ഓക്കെ, നമ്മുടെ യൂണിവേഴ്സൽ ബാങ്ക്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് എന്നും നമ്മൾ തുടക്കമെന്ന് പറയുന്ന പോലെ തന്നെ പ്രപഞ്ചം, അതുപോലെ തന്നെ ഗാലക്സികൾ, നക്ഷത്ര സമൂഹം, പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സണ്ണെന്ന് പറയുന്ന സൂര്യൻ, അത് കഴിഞ്ഞ് ഗ്രഹങ്ങളിലൊന്നായ നമ്മുടെ ഭൂമി, പിന്നെ വരുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളിൽ ഒന്നായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മനസ്സ്, ആ മനസ്സിലെ ഏറ്റവും സൂക്ഷ്മ ഊർജമായിട്ടുള്ള എനർജി ആയിട്ടുള്ള ചിന്തകൾ, ആ ചിന്തകളുടെ കൂട്ടമായിട്ടുള്ള ആശയങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ഒരു ക്ലാസ് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ യൂണിവേഴ്സലുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇന്നത്തെ ഈ ആശയത്തെ, അതായത് ഏറ്റവും നമ്മൾ പറഞ്ഞെത്തിയ ഏറ്റവും ലാസ്റ്റ്, നമ്മൾ പ്രപഞ്ചം മുതൽ തുടങ്ങി അതുപോലെ നമ്മൾ വന്ന് നിൽക്കുന്ന നമ്മുടെ ആശയം, ചിന്തകളാൽ രൂപപ്പെട്ട ആശയം. അപ്പോൾ ആ ആശയത്തിനകത്താണ് നമ്മൾ, ആ ആശയം പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ ബാങ്ക്. അതായിരിക്കും നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനും കണക്ട് ചെയ്യുന്നത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ആശയരൂപീകരണം നടത്തുമ്പോഴാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു എല്ലാ വ്യാഴാഴ്ചയും യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് നമ്മളുടെ ഈ ഒരു ക്ലാസ്സും, എല്ലാ വ്യാഴാഴ്ചയും ഉള്ള യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറയുന്ന ക്ലാസ്സുകൾ നിൽക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം തീരുമാനിക്കപ്പെടുമ്പോഴാണോ, അല്ലെങ്കിൽ അതായത് പ്രപഞ്ചം തീരുമാനിച്ച് നമ്മളെ കണക്ട് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നമ്മൾ ആശയത്തിലൂടെ പ്രപഞ്ചത്തിനെ കണക്ട് ചെയ്യണോ? ഈ രണ്ട് ചോദ്യം നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ വരുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇവിടെ ഇത് രണ്ടും ഒരു അലൈൻമെന്റിൽ വരാൻ പറ്റിയാൽ, ഒരേ രീതിയിൽ വരാൻ പറ്റിയാൽ, അത് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ കൃത്യമായ ഒരു താളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. താളം മാത്രം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതല്ല, അത് മാത്രമല്ല, ആ താളം മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ രക്ഷകനും ശിക്ഷകനും നമ്മളുടെ ബുദ്ധിയുടെയും ആശയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കേന്ദ്രബിന്ദു ആവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അന്നന്ന് നമുക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും റിസൾട്ടുകൾ ഉണ്ടാവും. എന്നാൽ പ്രപഞ്ചം നമ്മളെ ഒരു പ്രത്യേക മനുഷ്യനെന്ന പരിഗണനയിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല. മനുഷ്യന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പക്ഷേ പ്രപഞ്ചം ഈ ഭൂമിയെയും ഭൂമിയുടെ ജീവജാലങ്ങളെയും രൂപീകരിച്ച സമയത്ത് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഈ മനുഷ്യനെന്ന ജീവിക്ക്. മനുഷ്യന് മറ്റ് ജീവികളെക്കാൾ, അതായത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായി ഭാവിയിലേക്കുള്ള ആശയങ്ങൾ, ഭാവിയിലേക്കുള്ള പുതിയ വിഷയങ്ങൾ കൊണ്ടുവരാനും, അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ ഭൂതകാലവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെ എടുത്ത് എല്ലാത്തിലും ഒരുമിച്ച് കൂട്ടിയോജിപ്പിച്ച് നോക്കാനും, വർത്തമാനകാലത്തിൽ എങ്ങനെ മനുഷ്യൻ, അല്ലെങ്കിൽ എങ്ങനെ ഈ സകല ജീവികളെയും ഇവനെ ഇണക്കിയോ,
അല്ലെങ്കിൽ മെരുക്കിയോ എടുക്കാമെന്നും കൂടി പഠിച്ചു. അത് മറ്റൊരു ജീവികൾക്കും ഇല്ലാത്തൊരു, മറ്റൊരു ജീവികൾക്കും അങ്ങനെ മറ്റെല്ലാ ജീവികളെയും മെരുക്കാൻ പറ്റില്ല, ഇണക്കാൻ പറ്റില്ല. പക്ഷെ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ, മനുഷ്യന് മാത്രമേ പറ്റുന്നുള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാനത് ഒരു 1-2 പോയിന്റിലൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബ്രെയിൻ്റെ 3 കാലഘട്ടത്തിൽ വളർന്നു വന്ന അതൊന്ന് മൈൻഡിൽ വെച്ചോളാം. അതായത് എല്ലാ ജീവികളുടെയും ഗുണഗണങ്ങൾ ഈ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് മറ്റ് ജീവികളെ അവന് മെരുക്കാനും ഇണങ്ങാനും ആ ജീവിയുടെ സ്വഭാവം മനസ്സിലാക്കാനും പറ്റുന്നതാണ്. അത് മനസ്സിലാക്കാൻ പറ്റുക മാത്രമല്ല, മനുഷ്യനിൽ ഉണ്ട്. എല്ലാത്തിൻ്റെ ഗുണം അവൻ്റെ പഴയകാല അവൻ്റെ DNA കിടക്കുന്ന ഓർമ്മകൾക്ക് അത് മെരുക്കിയെടുക്കാൻ അവൻ്റെ ശരീര നിയന്ത്രണ തല അവനെ അനുവദിക്കും. ഇതാണ് നമ്മൾ യൂണിവേഴ്സൽ ബാങ്കിൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. അതായത് എല്ലാത്തിൻ്റെയും യൂണിവേഴ്സൽ പ്രപഞ്ചം മനുഷ്യന് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്നും ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ സൃഷ്ടിച്ച സമയത്ത്, മനുഷ്യൻ്റെ സൃഷ്ടിച്ച സമയത്ത്, മനുഷ്യൻ്റെ മൈൻഡ് ഓരോ സ്റ്റെപ്പായിട്ട് വളർന്നു വരുന്ന സമയത്ത് മറ്റ് ജീവികളെക്കാൾ ഈ 3 രീതിയിലുള്ള ബ്രെയിൻ വളരെ പ്രധാനപ്പെട്ടാണ്. ഈ 3 രീതിയിൽ, അതായത് നമുക്ക് റെപ്റ്റീലിയൻ ബ്രെയിൻ, അതുപോലെ തന്നെ ലിംബിക് സിസ്റ്റം, നിയോ കോർട്ടക്സ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് അവൻ എല്ലാ ജീവികളെയും, ജീവികളെ മാത്രമല്ല എല്ലാത്തിനെയും അവന് കണക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ കണക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞതും അതായത് നമ്മൾ ഇപ്പം ഒരാൾക്ക് വേദന ഉണ്ടായാൽ നമുക്ക് കരയാൻ പറ്റുന്നു, മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടായാൽ നമുക്ക് ചിരിക്കാൻ പറ്റുന്നു. അതായത് ആ കോപ്പി, അതായത് അവിടെ നിന്ന് അതേപോലെ ഇവിടെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതിന് കറക്റ്റ് നമ്മളിലേക്ക് പകർത്താനുള്ള കഴിവും മനുഷ്യനുണ്ടായി. ഇത് ആണ് ശരിക്കു പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ നേട്ടവും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം എന്താണോ അതുകൂടി എന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്യണം. പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. പ്രപഞ്ചം പ്രപഞ്ചത്തിനുണ്ടാകുന്ന സന്തോഷവും അല്ലെങ്കിൽ ദുഃഖവും, ഞാൻ സന്തോഷവും ദുഃഖവും എന്ന് ഞാനൊരു ആശയത്തിൽ ഞാൻ പറയുന്നതാണ്, മനസ്സിലല്ലേ? എന്താണോ അത് നമുക്ക് സ്പാർക്ക് ചെയ്യാൻ കഴിയണം. നമ്മളുടെ ഒരു ചങ്ങാതിയായിട്ടോ, അല്ലെങ്കിൽ ഒരു രക്ഷകനായിട്ടോ, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ആളായിട്ടോ, നമ്മളെല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്ന ആളായിട്ടൊക്കെ നമുക്ക് നിരന്തരം യൂണിവേഴ്സലിൻ്റെ പവറിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഇതാണ് ശരിക്ക് അവിടെ നമ്മളെ കൃത്യമായിട്ട്, അതായത് നമ്മളെ ഏതൊരു കാര്യമാണോ നമ്മൾ ഉറപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിക്കുന്നത്, ആ തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിന് എവിടെയൊക്കെയാണ് നമുക്ക് തടസ്സങ്ങൾ നേരിടുന്നത് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്നത്, ഇതെല്ലാം നമുക്ക് നമ്മളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളെ തന്നെ ഒരു നിരീക്ഷകനായിട്ട് നിന്നുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യനും അത് തിരിച്ചറിയുന്നുണ്ട്. അവൻ്റെ നിത്യജീവിതത്തിലെ ഓട്ടത്തിനിടയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ആശയം വീണ്ടും കറങ്ങി പ്രപഞ്ചത്തിലേക്ക് എത്തുക. അത് ആ പ്രപഞ്ചത്തിൻ്റെ ഓൾ പ്രവർത്തനമാണ് നമ്മുടെ ആശയം.
ഒന്നും കൂടി ഞാൻ പറഞ്ഞ് കണക്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ആ കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? പ്രപഞ്ചം 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 നക്ഷത്ര സമൂഹത്തിൽ ഒരു നക്ഷത്രമായ സണ്ണ്, ആ സണ്ണിന് ചുറ്റുമുള്ള ഗാലക്സികളിൽ ഒരു ഗാലക്സിയായ ഭൂമിയിലെ നിരവധി ജീവജാലങ്ങളിലുള്ളതിൽ ഒരു മനുഷ്യൻ എന്ന ജീവി, ആ മനുഷ്യനിലെ ഏറ്റവും സൂക്ഷ്മമായ ഊർജമാണ് ചിന്ത. ആ ചിന്തകളുടെ കൂട്ടമാണ് ആശയം. അപ്പൊ ഇവിടെ ഞാനിത് എടുത്ത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സൂക്ഷ്മമായിട്ടുള്ള, ഞാൻ ചിന്തയെന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ സൂക്ഷ്മമായിട്ടുള്ള എനർജിയാണ്, ഊർജമാണ് ചിന്തയെങ്കിൽ, നക്ഷത്രങ്ങൾ ഏറ്റവും വലിയ ഊർജമാണ്. നക്ഷത്രങ്ങളിൽ ഉള്ളത് ഏറ്റവും വലിയ ഊർജമാണ്. എന്നാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നതോ, പ്രപഞ്ചം രൂപപ്പെടുന്നതെല്ലാം സൂക്ഷ്മതയിൽ നിന്നുണ്ടാണ്. ആ സൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് ഉണ്ടാകുന്ന സൂക്ഷ്മമായ എനർജികളുടെ കൂട്ടമാണ് പ്രപഞ്ചമെങ്കിൽ, നമ്മളുടെ സൂക്ഷ്മമായ ഊർജമാണ് ചിന്ത. ആ ചിന്തകളുടെ കൂട്ടമാണ് ആശയം. അതായത് ആ ആശയം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഗാലക്സി ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. എന്ത് ചിന്തിക്കുമ്പോഴും നമ്മുടെ ഭാഗത്ത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ സന്തോഷമോ ദുഃഖമോ എന്തിലും ഈ പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് എന്ത് ലഭിക്കും, എന്താണ് കിട്ടുന്നത്, അങ്ങനെ നമ്മൾ ഒരു നിരന്തരമായ ഒരു ശ്രമം നടത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സലുമായി ബന്ധപ്പെട്ടൊരു ചങ്ങാത്തത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു അറിവ് വന്നു നിൽക്കുന്നത്. ഓക്കെ, ഇത്രയും കണക്ഷൻ ആയല്ലോ, റൂട്ട് പിടിയിട്ടല്ലേ? ഓക്കെ, ഇത് ഒരു നിസാരമായി കാണരുത്. ആ റൂട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇനി നമ്മളെന്താണ് ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം, അതായത് ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് സൈക്കോളജിയിൽ. അതായത് പ്രപഞ്ചത്തിൽ എത്രമാത്രം വിശാലമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് നമുക്കറിയാലോ. നക്ഷത്രങ്ങളും നക്ഷത്ര സമൂഹങ്ങളും അത്രയും വിശാലമായ ഒരു സ്പേസ് ഉള്ളതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിന്റെ അകത്തേക്കും അത്തരം ഒരു വിശാലമായൊരു സ്പേസ് ഉണ്ട്. അത് അതിനകത്താണ്, അതായത് നമുക്ക് കാണാൻ കഴിയുന്നതിനേക്കാൾ വളരെ വലിയ, അതായത് നമുക്ക് ഒരു മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഒരു ഉപകരണങ്ങളും കൊണ്ട് കാണാൻ പറ്റാത്ത മനസ്സിനകത്തെന്ന് പറയുന്നത് ഈ പ്രപഞ്ചം എത്രമാത്രം വിശാലമാണോ അത്രമാത്രം വിശാലമായിട്ടുള്ളൊരു ഏരിയ കിടപ്പുണ്ട്. ഇതിനകത്ത് ഈ ലോകത്ത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാം വിരിഞ്ഞത് അവിടെയാണ്. ആ വിശാലത മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ന് നമ്മൾ ഈ ലോകത്ത് മൊത്തം എടുത്ത് നോക്കിയാൽ ഇതെല്ലാം രൂപപ്പെട്ടതും ആ മനസ്സെന്ന് പറയുന്ന സൂക്ഷ്മ ലോകത്താണ്. ആ സൂക്ഷ്മ ലോകത്തിന്റെ ആകൃതി വ്യത്യാസവും, അതായത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ അറിവിലായിരിക്കും, അല്ലെങ്കിൽ ഇതിലായിരിക്കും വരുന്നത്. അതായത് അതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതായത് നമ്മുടെ മനസ്സിന്റെ സൂക്ഷ്മ ലോകം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ. നമ്മൾ അറിഞ്ഞിരിക്കുന്ന അറിവിന്റെ വലുപ്പം അനുസരിച്ച്, നമ്മൾ യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ ചെന്നെത്തിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ സൂക്ഷ്മ ലോകം ഉണ്ടായിരിക്കും. അതൊരു പ്രപഞ്ചത്തെ നമുക്കൊരു വൃത്തത്തിൽ നോക്കാമെങ്കിലും മനുഷ്യന്റെ മനസ്സിലെ സൂക്ഷ്മ ലോകം ആ വൃത്തത്തിലാണെങ്കിൽ നമ്മുടെ അതിന് വ്യത്യാസമുണ്ടെന്ന് മീൻസ്, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഞാൻ എത്ര ദൂരമാണോ സഞ്ചരിച്ചിട്ടുള്ളത്, അത് ഇപ്പോൾ അതായത് ചില ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ
അമേരിക്ക വരെ സഞ്ചരിച്ച ആളിന് ആ സൂക്ഷ്മമായ സ്പേസും അമേരിക്ക വരെയാണ്. നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തോട്ടെടുത്ത് നോക്കുമ്പോൾ, അമേരിക്കയിലേക്ക് നോക്കിയതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ശ്രീലങ്ക വരെ ആയിരിക്കും നമ്മൾ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ശ്രീലങ്ക വരെയുള്ളതായിരിക്കും നമ്മൾ അറിവ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ അറിവിൻ്റെ നമ്മുടെ ആ സൂക്ഷ്മ ലോകത്തെ നിങ്ങൾ കാണണം. എന്നിട്ട് നമ്മൾ ഈ യൂണിവേഴ്സൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് കുറവായിരിക്കും, മനസ്സിലായി. അതേപോലെ ബന്ധങ്ങളിൽ എത്രമാത്രം ബന്ധങ്ങൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് നമ്മളുടെ ഈ ലൈഫ് സ്പേസ് കൂടുതലായിരിക്കും. അത് ചിലപ്പോൾ നമ്മളുടെ എവിടെ എത്തില്ല, ചിലപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളിലായിരിക്കാം നമ്മളുടെ ലോകം ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മളുടെ തൊഴിലിൻ്റെ മേഖലകളിലായിരിക്കും നമ്മുടെ ലോകം കൂടുതലുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ സ്പിരിച്വലായിട്ടുള്ള ഏരിയകളിലായിരിക്കാം വ്യാപ്തി കൂടുതലുണ്ടാവുക. അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഈ ജീവിതത്തിൽ ഇന്ന് വരെ അറിഞ്ഞു അനുഭവിച്ചു പോയ അതനുസരിച്ചാണ് ഇതിൻ്റെ വ്യാപ്തി കൂടുക. അത് തെറ്റെന്നോ ശരിയെന്നോ ഇല്ല. തെറ്റിലേക്കായാലും ശരിയിലേക്കായാലും അതിൻ്റെ വ്യാപ്തി വ്യത്യാസമാണ്. ഞാൻ പറയുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ? ഇത് നമ്മളൊരു ഇത് ലൈഫ് സ്പേസ്, പ്രപഞ്ചത്തിൻ്റെ സ്പേസ് പോലെ തന്നെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു മൈൻഡിൻ്റെ സൂക്ഷ്മമായ സ്പേസാണ് അതെത്രമാത്രം ഓരോ വിഷയത്തിലും വലുപ്പമുള്ളതാണോ അത്രമാത്രം ആ മനസ്സിൻ്റെ ആ ഭാഗവും വരും. അപ്പോൾ നമുക്ക് നിരവധി ഇന്ന് നമ്മുടെ യൂണിവേഴ്സൽ ബാങ്ക് എപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള പ്ലാനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിനെ കണക്ട് ചെയ്ത് ഞാൻ യൂണിവേഴ്സൽ ബാങ്കിൽ പറയുന്നത്. അതായത് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ പ്ലാനിനാണ് നമ്മൾ ഈ കോഴ്സ് അല്ലെങ്കിൽ ഇത്തരം മനസ്സിൻ്റെ ഇതൊക്കെ പഠിക്കാനൊക്കെ നമ്മൾ ആഗ്രഹിച്ചു വന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനത് ഇത് പറയണം. അപ്പോൾ അങ്ങനെ ഇതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈഗോ. ഒന്നാണ് ഈഗോ. ഈഗോയിൽ നമ്മളൊരു വിശാലതലം ക്രിയേറ്റ് ആക്കണം. ഈഗോ വേണോ വേണ്ടേ അഭിപ്രായം പറയും, ചിന്തിക്കും. നാല് പ്രധാനപ്പെട്ട ഒരു തലം പറഞ്ഞിട്ട് പ്രപഞ്ചവും ഈ കണക്ഷൻ. ഇത് നമ്മുടെ പ്ലാനാണ്, ബിസിനസ് പ്ലാനിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ മുന്നോട്ട് എന്താണോ നമ്മൾ ചെയ്ത്, ഞാൻ പറഞ്ഞു ബിസിനസ്സാണ് ജീവിതത്തിൽ. ഒന്ന് സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികേതര ബിസിനസ് ആയിരിക്കാം. 2 തരത്തിലുള്ള ബിസിനസ്സിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. പണം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം. ഈ 2 കാര്യത്തിലൂടെ മാത്രമാണ് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ഈഗോ വേണോ വേണ്ടി? ശരിക്കും പറഞ്ഞാൽ ഈഗോ വേണം. ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈഗോയുടെ അളവ്, നമ്മൾ നിലവിൽ അറിഞ്ഞിരിക്കുന്ന ഈഗോയുടെ അളവ്, അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് നമ്മളെ മാത്രം, നമ്മൾ ഭയങ്കര പവറാണ്, നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും, നിലവിൽ ഈഗോ വേണോ വേണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു സ്വാഭാവികമായിട്ട് ഒരു സംശയം ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ലേ? എന്നാൽ ഈഗോ വേണം. ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യന് അവനെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാവില്ല. ഈഗോ ഇല്ലാതാക്കാനുള്ള അല്ല സത്യം, പക്ഷെ ഈഗോയെ വളർത്തുക. അതായത് 4 കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈഗോ എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിനെ സെക്സ് അല്ലെങ്കിൽ കുടുംബം എന്നാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കുടുംബം. അപ്പൊ ഈഗോയിൽ 1 ഈഗോ, 2 കുടുംബം, 3 ഈഗോ വേണോ എന്ന് ചോദിക്കുന്ന പോലെ ആണ് നമ്മൾ ഈ സെക്സ് എന്ന് പറയുന്ന വാക്ക്. ഇവിടെ സെക്സ് എന്ന് ഉദ്ദേശിക്കുന്ന കുടുംബത്തെയാണ്.
ആ കുടുംബത്തിനകത്ത് എന്ന് പറഞ്ഞാൽ അതും വേണോ വേണ്ടേ? അപ്പോൾ കുടുംബം വേണ്ടാന്ന് ആർക്കും പെട്ടെന്ന് പറയാൻ പറ്റില്ല. കുടുംബം വേണം. കാരണം ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം അതിനെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നതാണ്. ഈഗോയെ നമ്മൾ നേരിട്ട് അനുഭവിക്കുകയല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാത്തത്. അതുകൊണ്ടാണ് ഈ ഈഗോയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു സംശയം വരുന്നത്. എനിക്കിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, എനിക്കിന്ന് എന്ത് ബുദ്ധിമുട്ടായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അതൊരു ഈഗോ. മനസ്സിലായി? നമ്മളുടെ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കലാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഒരു സമൂഹം, നമ്മുടെ ചുറ്റിലുമുള്ള സമൂഹം. മനസ്സിലായി? നാലാമത്തത് യൂണിവേഴ്സൽ. എല്ലാം ഈ 4 ചിന്തകളോടും തുല്യതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമായിരിക്കും ഒരു മുന്നോട്ടുള്ള ഏതൊരു തീരുമാനത്തിനും കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുക. അത് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എത്തി നിൽക്കുന്നത് വളരെ വലിയ ഉയർച്ചയിലും ദൂരത്തിലുമാണ്. പക്ഷെ ഈ ഒരു തോട്ട് പ്രോസസ് ഇത് കേട്ടിട്ടുണ്ടോ? ഈ ഒരു 4 സർക്കിൾ കേട്ടിട്ടുണ്ടോ? ആ യൂണിവേഴ്സലിന് നമ്മൾ സ്പിരിച്വൽ എന്ന് പറയുന്നതും നമ്മുടെ SQ ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമ്മുടെ അവിടെയാണ് നമ്മുടെ ഈ നമ്മൾ പറയുന്ന കൃതജ്ഞതയും ഒക്കെ വരുന്നത്. യൂണിവേഴ്സലിനോട് കണക്ട് ചെയ്തുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് വരാം. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടുപോയാൽ, ഈഗോയിൽ മാത്രം പെട്ടാൽ, ബാക്കി 3 പോയാലാണ് ആ ഈഗോ മോശമാവുന്നത്. മനസ്സിലായില്ലേ? ബാക്കി പറയുന്ന 3 ഘടകങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ട് ഏതൊന്നിലാണോ ശ്രദ്ധ ഉണ്ടാകുന്നത് അത് എന്താണ് ശരിക്ക് ഇവിടെ അവർക്ക് അവരുടേതായ മേഖലകളിൽ കൃത്യമായ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ ബിസിനസ്സൊക്കെ ഏറ്റവും കൂടുതൽ നല്ല ഡെവലപ്പിലായിട്ടൊക്കെ പോയി ഒരുപാട് നല്ല മനുഷ്യരില്ലേ, അവർ പ്രപഞ്ചത്തോളം എന്താണ് സൂക്ഷ്മത ഉള്ളവരാണ് അവർ. ഒത്തിരി പേരുണ്ട്, നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇതിലേതെങ്കിലും ഘടകങ്ങൾ ഇല്ലാത്തവരും ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന്. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ നമ്മളിൽ അഡിക്റ്റഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിനകത്ത് അഡിക്റ്റഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഇത് രണ്ടുമല്ല സമൂഹത്തിൻ്റെ അകത്ത് അഡിക്റ്റഡ് ആയിരിക്കും. സാമൂഹികപരമായ കാര്യങ്ങൾക്കും അത്തരം കാര്യങ്ങൾക്കുള്ള ഓട്ടങ്ങളായിരിക്കും. സ്വന്തം കാര്യം നോക്കില്ല, ശ്രദ്ധിക്കില്ല. ഒരു ഫാമിലിക്കകത്തുള്ള കാര്യങ്ങൾ നോക്കില്ല. സ്പിരിച്വൽ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയത എന്ന് പറയുന്നത് ഒരു മതങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു സ്പിരിച്വൽ അല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് മതങ്ങളിലൂടെയാണ് ആ സ്പിരിച്വൽ അറിഞ്ഞിരിക്കുന്നുണ്ട്. സൂക്ഷ്മത എന്നുള്ളത് മാത്രമാണ് പ്രപഞ്ചത്തോളം വിവരങ്ങൾ അറിയാൻ പറ്റുന്ന സൂക്ഷ്മത. ഇത് മാത്രമാണ് ഞാൻ ആ സ്പിരിച്വൽ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വാക്ക്. ഞാനത് എടുത്തു പറഞ്ഞു. അപ്പം ഈ 4 വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിലേറ്റവും കൂടുതൽ എന്തിനായിരിക്കും? അതൊന്ന് നമ്മൾ യൂണിവേഴ്സൽ ബാങ്കിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞു വരെ ഞാൻ 4ലും പെർഫെക്റ്റ് എന്ന അർത്ഥമല്ലേ, നമ്മൾ അറിവ് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, കണക്റ്റ് ആയോ? ഞാൻ പറഞ്ഞ കണക്റ്റ് ആയോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ലൈഫ് സ്പേസിനകത്ത് ഈ 4 ഘടകങ്ങളും കൂടി ആഡ് ചെയ്യണം. അതായത് നമ്മൾ ഏത് മേഖലയെക്കുറിച്ച്, അതുകൊണ്ടാണ് ഈ അറിവ് എനർജി അത്രമാത്രം പ്രവഹിക്കും.
അന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അറിയുന്ന അറിവുകൾ അതിൻ്റെ എനർജിയെ, പിന്നെ അറിവ് അറിവ് ആ ശീലം, അങ്ങനെ അതിൻ്റെ അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ടെങ്കിലും അറിയുന്ന അറിവുകൾ ബ്രെയിനിൽ അത്രമാത്രം ന്യൂറോൺസുകൾ ഉള്ളതുകൊണ്ട്, അത്രമാത്രം സ്പേസ് ഉള്ളതുകൊണ്ട് അതിനോട് നിത്യജീവിതത്തിൽ അത് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനും പറ്റും. അത് തെറ്റെന്നോ ശരിയൊന്നുമില്ല, തെറ്റാണ് എന്നുള്ളതല്ല. നമ്മളുടെ ഒരു ദർശനം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മളുടെ ആ സൂക്ഷ്മതലം. അത് പ്രപഞ്ചം പോലെ, പ്രപഞ്ചത്തിന്റെ വലിപ്പം പോലെ, മനസ്സിലല്ലേ? ഓരോ ഗ്രഹങ്ങളും അല്ലെങ്കിൽ ഓരോ ഉൽക്കകളും അല്ലെങ്കിൽ ഓരോ നക്ഷത്രങ്ങളും പരസ്പരം വന്ന് കൂട്ടിമുട്ടുന്നത് പോലെ ആണ് നമ്മളുടെ മനസ്സിലെ സൂക്ഷ്മ ലോകത്ത് പ്രശ്നങ്ങൾ വന്ന് കൂട്ടിമുട്ടുന്നതും, അതുപോലെ നമുക്ക് കിട്ടുന്ന ഐഡിയാസുകൾ വന്ന് കൂട്ടിമുട്ടുന്നതും എല്ലാം. ഇതെല്ലാം നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന 5 2 7 മൈൻഡിന്റെ 7 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് എല്ലാം അവിടെ കണക്ട് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ആ ക്ലാസ് വരുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഈ സൂക്ഷ്മ ലോകത്ത് നമ്മളുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഒരു വിഷയമാണ് ലോകത്തിന്റെ പല നാശത്തിനും ലോകത്തിന്റെ പല വിജയങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഇന്നും നമ്മൾ പല സിറ്റുവേഷനിൽ നമ്മൾ ഓരോരുത്തരും ആയി പോകുമ്പോഴും നമ്മൾ എടുത്ത തീരുമാനങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റാതെയോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്ലാൻ എടുത്തിട്ട് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയോ, അങ്ങനെ ഏത് വിഷയത്തിനകത്ത് വരുമ്പോഴും നമ്മളിങ്ങനെ നമുക്ക് ഐഡിയ കിട്ടി എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മളുടെ അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ലൈഫ് സ്പേസിന് ഒരു ആകൃതിയുണ്ട്. ആ ആകൃതിയാണ്. ആ ഒരു ആകൃതി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും അറിവ് വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും അറിവ് എന്ത് ചെയ്യണം? എല്ലാവർക്കും ഒരേപോലെ അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപ്തിക്കും ആത്മീയതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഡിഗ്രി എടുത്ത് അവർ പഠിച്ചിരിക്കുന്ന അതിൻ്റെ സ്പേസ് കൂടുതലാണ്. എന്നാൽ മറ്റ് ഒരു തൊഴില്, സദാ ഒരു കൂലിപ്പണിയാണെങ്കിൽ പോലും അതിൽ പ്രാഗൽഭ്യം തെളിയിച്ച് അത്രമാത്രം ക്രിയേറ്ററായി ആ ഏരിയയിൽ അവരുടെ മൈൻഡ് ആ സൂക്ഷ്മമായിട്ടുള്ള സ്പേസ് അത് വ്യത്യാസമാണ്. അപ്പം നമുക്ക് ഒരു പക്ഷേ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെഡിറ്റേഷൻ ഒന്ന് ഒന്നിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളുടെ സൂക്ഷ്മമായ ആ സൂക്ഷ്മ ലോകത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണ്, ഓരോന്നിലും എത്രമാത്രമാണ് എന്ന് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസറുകൾ നമ്മുടെ ന്യൂറോൺ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഒരു യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിനകത്തായി പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും നമ്മൾ കുറച്ച് സമയം റിസൾട്ട് കാത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് നമുക്കൊന്ന് ചിന്തിക്കാം, ഇതിനെക്കുറിച്ച് എൻ്റെ അറിവ് എത്രയാണ്, വ്യാപ്തി എത്രയാണ്, അത് എവിടം വരെ എത്തണം. മാക്സിമം ആ ചിന്ത പ്രപഞ്ചത്തിൻ്റെ വലുപ്പത്തോളം എത്താൻ പറ്റും. കാരണം ഏത് കാര്യവും നമ്മൾ പറഞ്ഞു, ഇവിടെ ജീവിക്കുന്ന എല്ലാ ജീവികളും അല്ലെങ്കിൽ എല്ലാ മണ്ണും വെളിച്ചവും ശബ്ദവും എല്ലാം ഊർജമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇതേപോലെ തന്നെ ചിന്ത ഊർജമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ഐഡിയാസുകൾ കിട്ടുന്നു. പുതിയ ഐഡിയാസുകൾ കിട്ടുമ്പോഴെന്ന് പറയുന്നത് നമുക്ക് പുതിയതെന്ന് പറയുന്നത് നമുക്കാണ് അപ്പോൾ കിട്ടിയുണ്ടാവും. പക്ഷേ അതിവിടെ ഉള്ളതാണ്, ഓൾറെഡി ഉണ്ട്.
അല്ല, നമ്മൾ കണ്ടെത്താനായിട്ട് ഇവിടെ ഒന്നുമില്ല. മനുഷ്യന് പുതുതായിട്ട് കണ്ടെത്താനുണ്ട്, പുതുതായിട്ടെന്ന് കണ്ടെത്താൻ ഇല്ല. പക്ഷെ ചിലത് ഒന്നിലധികം ഘടകങ്ങളെ അല്ലെങ്കിൽ സംഭവങ്ങളെ അല്ലെങ്കിൽ വിഷയങ്ങളെ കൂട്ടി യോജിപ്പിച്ച് അതിനെ പുതിയ ഒരു ഇതിലേക്ക് മാറ്റിയെടുക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് നമ്മളിവിടെ പൊതുവെ ഇപ്പോൾ സയൻസിലായാലും അല്ലെങ്കിൽ ആത്മീയതയിലും ഒക്കെ തന്നെ പറയുന്നതാണ്, ഒന്നും മനുഷ്യന് പുതുതായിട്ട് നിർമ്മിക്കാനോ ഇവിടെ നശിപ്പിക്കാനോ പറ്റില്ല, പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊക്കെ പറയുന്ന ആത്മീയതയുടെ വലിയ വിശാലമായ ലോകത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചെറിയ ഉദാഹരണത്തിലൂടെ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത്. അതാണ് ഇവിടെ ഇപ്പം നടക്കുന്നൊരു പ്രോസസ്. അപ്പോൾ അതിനെ അത്രമാത്രം ആഴത്തിലെടുക്കുന്നവർക്ക് ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന 4 ഘടകങ്ങളെയും കൂടി ചേർത്തുകൊണ്ട് ഈഗോയിൽ കണക്റ്റായി നിൽക്കുന്ന ഒരാളിന്, ഇപ്പോൾ ബാക്കി 3 കാര്യത്തിൽ കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ 2 കാര്യത്തിൽ കാണും, ബാക്കി 2 കാര്യത്തിൽ കാണില്ല. എൻ്റെ കാര്യവും ഞാൻ ശ്രദ്ധിക്കും, എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കും, ഒരു പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കും. ചിലർ കുടുംബത്തിൻ്റെ കാര്യം നോക്കും, സമൂഹത്തിൻ്റെ കാര്യം നോക്കും. സമൂഹം നമ്മുടെ ചുറ്റുപാടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി വരുന്ന എല്ലാം കൂടി ചേരുമ്പോൾ പ്രപഞ്ചമായി. ചില ആൾക്കാർ പ്രപഞ്ചത്തെ മാത്രം, സൂക്ഷ്മതയെ മാത്രം അന്വേഷിച്ച് നടക്കും. അവർ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യും? സമൂഹം, കുടുംബം, അവരുടെ കാര്യങ്ങൾ ഒഴിവാക്കും, അത് ശ്രദ്ധിക്കില്ല. ഇങ്ങനെ ഈ 4 രീതിയിൽ വരുമ്പോൾ 4 രീതിയിൽ ആശയരൂപീകരണം നടത്തുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് വെക്കുന്ന യൂണിവേഴ്സൽ ബാങ്കിൻ്റെ പ്ലാനുകളിൽ ഈ 4 കാര്യങ്ങളെയും ആഡ് ചെയ്യാൻ പറ്റും. 4 കാര്യങ്ങൾക്കും ഒരേപോലെ ഉപകാരപ്രദമാക്കാനുള്ള തിയറികൾ അല്ലെങ്കിൽ പ്ലാനുകൾ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റാക്കണം. ഞാൻ പറയുന്നത് കണക്റ്റ് ആയില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു പ്ലാനാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്ലാനിൽ ഈ 4 കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെ പ്ലാനുകൾ ചെയ്യാം, ഇപ്പോഴുള്ള പ്ലാനിൽ നിന്ന് ഒന്നും കൂടി വ്യത്യസ്തത വരുത്താൻ ഒരു ശ്രമം നടത്തലാണ് യൂണിവേഴ്സൽ ബാങ്ക് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നതിൽ ഒരു കാര്യം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ യൂണിവേഴ്സൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ ബാച്ചുകാരുണ്ടെങ്കിലും ഇത് വീണ്ടും കറക്റ്റ് ആയിക്കൊണ്ട് വരും. അതുകൊണ്ട് ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നടക്കുന്ന, അതായത് ഇൻറ്റിഗ്രേറ്റഡ് വെൽനസ്സിലും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ബാങ്കിലുമുള്ള ക്ലാസ്സിൽ കൺഫ്യൂഷൻ ആവേണ്ട. വീണ്ടും ഇത് കറങ്ങി വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം ഇത് നമ്മളെല്ലാ ഗ്രൂപ്പും കൂടി ഒരുമിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഇതിനെ ഇങ്ങനെ ആഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാനിൽ ഈ 4 ഘടകങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ അതിൻ്റെ അറിവിനെ, നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ എന്ത് ചെയ്യുക? എത്തിക്കുക. പ്രപഞ്ചത്തിന്റെ വിശാലതയിലേക്ക് എത്തിക്കുക. കാരണം ഇത് ആശയമാണ്. ആശയമായപ്പോൾ തന്നെ എന്തായി? പ്രപഞ്ചമായി. അപ്പോൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വഴിമധ്യേ വരുന്ന തടസ്സങ്ങൾക്ക് കൃത്യമായിട്ടും പ്രപഞ്ചം വഴി കാണിച്ചിരുന്നു. അതിനൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഇത് വെറുതെ കേട്ട് അല്ലാതെ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഈ 4 കാര്യങ്ങളും അതുപോലെ സൂക്ഷ്മ ലോകം, ഇത് നമ്മൾ പറഞ്ഞു, നമ്മളെ ന്യൂറോണുകൾ ചേർത്ത് വെച്ചാൽ ഈ ഭൂമിയെ ചുറ്റാം. അതേപോലെ നമ്മളെ നരമ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ
ഉള്ളിലുള്ള ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ മെഷീൻ നമ്മൾ സെറ്റ് ചെയ്താൽ അത് എത്രമാത്രം ഏരിയ വേണം ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ. അപ്പൊ അത്രയും, അതായത് എത്ര ചെറുതാക്കാനോ, അതായത് സ്ഥലമോ കാലമോ പ്രപഞ്ചത്തിന്റെ മുന്നിൽ എന്തല്ല ഒരു തടസ്സം. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ പല ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്പേസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 500 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോൾ, അതായത് അവർക്ക് കുറച്ച് ദിവസമാണെന്ന് തോന്നണമെങ്കിലും തിരിച്ചിവിടെ ഭൂമിയിൽ വന്ന് ഇറങ്ങുമ്പോൾ എന്താവും, ഇവിടെ 100 വർഷവും 200 വർഷവും ഈ സ്പേസിൽ നിന്ന് പുറത്തോട്ട് പോയാൽ നമുക്ക് അത്രയും ഇത് തോന്നത്തില്ല. അത് നമുക്ക് പല ഇതിലും ഫിലിമിലും കണ്ടിട്ടുള്ളതാണ് അല്ലേ? ചെറിയൊരു ധാരണ ഇല്ലേ അത്? നമ്മളുടെ ഇത് നമ്മൾ ഇവിടെ നിന്ന് സ്പേസിൽ, നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട്ടുപോയാൽ ഈ സ്ഥലവും കാലവും വലിയ സംഭവങ്ങളല്ല. അതെല്ലാം നമ്മളുടെ ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ അത് ബാധിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ മനുഷ്യന്റെയോ അല്ലെങ്കിൽ എന്തിലാണോ അതിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾക്ക് നമ്മൾ വരയ്ക്കുന്ന അത്തരം ഒരു സ്പേസിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുമോ, ഉണ്ടാകുമോ, ഇത് നമ്മൾ ചിന്തിക്കും. ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്നതാണ്. പലരും പല മോട്ടിവേഷനിലും അല്ലെങ്കിൽ പല കഥകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആലിൻ്റെ കായിലെ വിത്തുകൾ ലക്ഷക്കണക്കിനാണ്, എണ്ണാൻ കഴിയില്ല. ഒരു വിത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കായ്ക്കകത്ത് ഉള്ള വിത്തുകൾ. എന്നാൽ എത്രമാത്രം വലിയ വൃക്ഷമാണ് ഒരു ആല്. ഒരു ആലിന്റെ വലിപ്പം ഒന്ന് ആലോചിക്കുക, എത്രമാത്രം വലുതാണ്. വളരെ വലുതല്ലേ, വളരെ വലിയൊരു വൃക്ഷമാണ്. പക്ഷെ അതിന്റെ വിത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിത്താണ്. കായ്, ആ കായ്ക്കകത്തുള്ളത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിത്തുകളുണ്ടെന്ന് പറയാൻ പറ്റും, എണ്ണി എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അതിൽ നിറച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് പറയണത്, അതുപോലെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ സൂക്ഷ്മ ലോകവും. അത്രമാത്രം പ്രപഞ്ചത്തിന്റെ അത്രയും തന്നെ വിശാലത ഉള്ളതാണ് അല്ലെങ്കിൽ വലിപ്പമുള്ളതാണ് ആ സ്പേസ്. പക്ഷെ ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. മറ്റത് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് യാത്ര ചെയ്ത് പോകണം. ഇവിടെ നമ്മുടെ മനസ്സുകൊണ്ട് ആ സൂക്ഷ്മ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റണം, അറിയാൻ പറ്റണം. അറിയാൻ പറ്റണമെങ്കിൽ എത്രമാത്രമാണോ ഈ വ്യാപ്തി കൂട്ടുന്നത്, മനുഷ്യന് എല്ലാ തരത്തിലുള്ള മനുഷ്യ മനസ്സിന് എല്ലാവർക്കും ഒരൊറ്റ സൂക്ഷ്മമായ ലോകമാണ്. പക്ഷെ അവർ വഴി തെളിഞ്ഞിരിക്കുന്നത് അവന്റെ അറിവുകൾ എത്തപ്പെട്ട, അവന്റെ അറിവുകളുമായി ബന്ധപ്പെട്ട ചിന്തകൾ എത്തപ്പെട്ട ആ ഒരു ഏരിയ അനുസരിച്ചാണ് അതിൻ്റെ വലിപ്പം ഓരോ ഭാഗത്തും. ചില, അതായത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് അവരെ വീടിനടുത്തുള്ള പല ഭാഗങ്ങളും ചിലപ്പോൾ ഒരു വിഷയം എന്തില്ല, അവർക്കറിയില്ല. നമ്മൾ പല സെലിബ്രിറ്റികളും പറയുമ്പോഴത്തേക്ക് അവർ അടുത്തടുത്തുള്ളവരാണെന്ന് ഏതെങ്കിലും ഇന്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയും, ഞാനും ഇവിടെ ഉള്ളതാണ്. അപ്പൊ ഈ നാട്ടിലെ കാര്യം പറയുമ്പോൾ അവർക്കറിയില്ല, അതൊരു 5 കിലോമീറ്ററോളം കാണില്ല. പക്ഷെ ആ സ്ഥലത്തെക്കുറിച്ച് അവർക്ക് വ്യക്തത ഉണ്ടാവില്ല. അവിടെ അവരുടെ സൂക്ഷ്മതലം വളരെ കുറവാണ്. എന്നാൽ അവരുടെ മറ്റ് ലോകത്തെക്കുറിച്ചുള്ള അറിവുകളിൽ വിശാലമാണ്. ഈ ഒരു അറിവോടുകൂടിയാണ് നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ പ്ലാനിന് വേണ്ടി, എനിക്ക് തോന്നുന്നു അമേരിക്കയാണെന്ന് തോന്നുന്നു, ഇപ്പോൾ ഒരു ചെറിയ അമേരിക്കയാണെന്ന് തോന്നുന്നു, അതായത് ഈ പ്ലാസ്റ്റിക് നിർത്തലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു, കേട്ടിട്ടുണ്ടാവുക കഥ, ഞാൻ ഒരിക്കലും ഇപ്പോൾ അതൊരു പോയിന്റ് ചെയ്യുകയാണ്. നിർത്തലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവിടുത്തെ ഐസ്ക്രീം കമ്പനികൾ, അമേരിക്കയാണെന്ന് എൻ്റെ തോന്നൽ അമേരിക്കയാണെന്നാണ്. ഈ കഥ അറിയാവുന്നവരുണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് പറഞ്ഞു തരണം, രാജ്യം എന്താണ്. ഐസ്ക്രീം കമ്പനികൾ വളരെ വഴിമുട്ടി, എങ്ങനെ ഇനി ഈ പ്ലാസ്റ്റിക്
ഒഴിവാക്കിക്കൊണ്ട് വേറെ എങ്ങനെയും കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഇതിനു വേണ്ടിയുള്ള ചർച്ചയ്ക്ക് വെക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിനെയും കൂടി ആ സ്ഥാപനത്തിൻ്റെ ഹെഡ് വിളിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ പറയും, നമ്മൾ ഇത്രയും ഈ ബിസിനസ്സിൽ ഇത്രയും ഡെവലപ്പായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാനേജർമാരായിട്ടൊക്കെ നിൽക്കുന്ന ഇത്രയും വലിയൊരു കൂടിയാലോചിക്കുന്ന ഒരു സദസ്സിൽ എന്തിനാണ് ഈ സെക്യൂരിറ്റിനെയും കൂടി വിളിച്ച് ക്ഷണിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റാണ് പിന്നീട് എന്ത് ചെയ്യുന്ന ഐസ്ക്രീം കമ്പനിയുടെ ഈ ബിസ്ക്കറ്റ് കപ്പിലേക്കുള്ള വരവ്. പ്ലാസ്റ്റിക് കളഞ്ഞാലാണ് പ്രശ്നം. അങ്ങനെയെങ്കിൽ അതും കൂടി എന്ത് ചെയ്യുന്നൂടെ അങ്ങ് കഴിച്ചുകൂടി. അതായത് ഇത് കൊടുക്കുന്ന ഐസ്ക്രീം കൊടുക്കുന്ന പാത്രം കൂടി എന്ത് ചെയ്യുക, കഴുകുക എന്ന് പറയുന്ന. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞെന്ന് പറയണത്, നമ്മളൊരു പ്ലാനിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളുടെ അറിവിൽ എത്രമാത്രം സൂക്ഷ്മമായ അതായത് മനസ്സിന്റെ വിശാലത ഉണ്ടെങ്കിൽ പോലും അതിന്റെ ചില ഭാഗങ്ങളിൽ നമുക്ക് വിശാലത കാണില്ല, എത്തില്ല. അപ്പൊ ഇത് ഫില്ല് ചെയ്യാനായിരിക്കണം നമ്മളുടെ മുന്നോട്ടുള്ള ഓരോ പ്ലാനുകളും. ഇത് ഫില്ല് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയായിരിക്കണം. ഓക്കെ, ഞാൻ പറയുന്നതിൻ്റെ ഒരു ഇത് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ എന്താണ്, ഒരു പണ്ഡിതൻ ഒരു പുഴ കടന്ന് തോണിയിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ ആ പണ്ഡിതൻ ചോദിക്കും, നിങ്ങൾ ലോകത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അറിവുണ്ടോ എന്ന് ആ കടത്തുകാരൻ്റെ അടുത്ത് ആ തുഴഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അത് കടത്തുകാരനല്ലേ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് പറയും, ഇല്ല. നീ എന്താണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു വളരെ വിശാലമായിട്ടുള്ള, ഞാനിപ്പോൾ ഇത് പറയുമ്പോഴെന്ന് പറയുന്നത് വേറെ ഒരു മതവുമായി കണക്ട് ചെയ്തും കൂടിയാണ് ഞാൻ പറയണത്. അത് ഇതിൻ്റെ ഒരു അറിവിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. നീ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. എന്ത് നഷ്ടമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തുമാത്രം നീ ഏത് ലെവലിലാണ് നിൽക്കുന്നത്. നീ ഈ തുഴയും എറിഞ്ഞ് ജീവിച്ചാൽ മതിയോ? നീ ഈ അറിവിന്റെ വിശാലത അറിയണ്ടേ? എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഭഗവത്ഗീത വായിച്ചിട്ടില്ല. നിന്റെ അറിവ് എത്രമാത്രം വിഷയമാണോ നിന്റെ ജീവിതത്തിൽ. നിനക്ക് ഈ അറിവുകൾ ഇല്ലാതെ എങ്ങനെ നിനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ശരി. പിന്നെ ചോദിക്കുന്നു, നീ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. ഈ നരക തുല്യമാണ് നിനക്ക് ഈ ലോകത്തെക്കുറിച്ച്, ഈ സൂക്ഷ്മതയെ, ഈ സംഭവത്തെക്കുറിച്ച് നിനക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്ന സമയത്ത് ആ വഞ്ചിയിലൊരു ഒരു ഹോള് വീഴുകയും അതിനകത്തേക്ക് വെള്ളം കയറുകയും ചെയ്യാം. കയറുന്ന സമയത്ത് ആ തുഴ എറിയുന്ന ആൾ ചോദിക്കുന്നുണ്ട്, അങ്ങ് നീന്തൽ പഠിച്ചിട്ടുണ്ടോ? നീന്തൽ പഠിച്ചിട്ടില്ല എങ്കിൽ ജീവിച്ചിരിക്കുമെന്ന് തോന്നണില്ല. സംഭവം വള്ളത്തിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറുകര എത്തുന്നതിന് മുമ്പ് വഞ്ചി മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്ന നമ്മുടെ മനസ്സിന്റെ സൂക്ഷ്മമായ വ്യാപ്തി. അത് തൊട്ടടുത്തിരിക്കുന്ന ആളിന് എത്ര അറിയാമെന്നോ അറിയില്ലെന്നോ ഒരു ഇതവിടെ ഇല്ല. കാരണം നമ്മൾ അറിഞ്ഞിരിക്കുന്ന സ്പേസിൽ ചിലപ്പോൾ 2 ഭാഗങ്ങൾ വന്ന് കൂട്ടിമുട്ടാറായിരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അതിനെ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ മാത്രം അറിവുള്ള ഒരാളായിരിക്കും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. വേറെ ഒന്നുമില്ല. പക്ഷെ അതിനെ കണക്ട് ചെയ്യാൻ നമുക്ക് അതുവരെ എത്തിയിട്ടില്ല. നമ്മുടെ അനുഭവങ്ങളോ അറിവുകളോ ചിന്തകളോ അവിടെ എത്തിയിട്ടില്ല. നമ്മളുടെ വലിയ വിശാലമായ 2 കരകളെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു സൂക്ഷ്മ ചിന്തയുടെ അറിവ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ആളിന് ഉണ്ടായിരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് കേൾക്കാതെ നിൽക്കരുത്. കാരണം നമ്മൾക്കറിയാവുന്ന സ്പേസിൽ അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു ആകൃതിയല്ല
അവർ ആ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കും. അപ്പം അതിനെ ഒന്നും കൂടി ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഐഡിയാസാണ്, അല്ലെങ്കിൽ പ്ലാനുകളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പ്രപഞ്ചം. നമ്മളിന്ന് യൂണിവേഴ്സൽ ബാങ്കിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്നത് പ്രപഞ്ചം, അതിൻ്റെ നക്ഷത്ര സമൂഹങ്ങൾ, അതിലൊരു നക്ഷത്രമായിട്ടുള്ള സൂര്യൻ, അതിൻ്റെ ചുറ്റിലുമുള്ള ഗ്രഹങ്ങൾ, അതിലൊരു ഗ്രഹമായ ഭൂമി, ഭൂമിയിലെ ജീവജാലങ്ങൾ, ജീവജാലങ്ങളിൽ ഒന്നായ മനുഷ്യൻ്റെ ഏറ്റവും സൂക്ഷ്മമായ മനുഷ്യൻ മനസ്സ്, ആ മനസ്സിലെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ചിന്ത, ആ ചിന്തകളുടെ കൂട്ടമായിട്ടുള്ള പ്രപഞ്ചം അല്ലെങ്കിൽ ആശയം. ഇതിൻ്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ലൈഫ് സ്പേസ് എന്ന് പറയുന്നൊരു ഏരിയയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അതിന് നമ്മൾ ഏത് മൈൻഡ് സെറ്റാണ്, ഈ നേരത്തെ പറഞ്ഞ 4 മൈൻഡ് സെറ്റിൽ, അതായത് ഈഗോ, സെക്സ്, അതുപോലെ സമൂഹം, അതുപോലെ സ്പിരിച്വൽ മീൻസ് പ്രപഞ്ചം, എല്ലാത്തിനും നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന തണലിൽ പോലും, അതെല്ലാം അതിനകത്ത് വരും. ഇതിൽ ഏതിലാണ് നമുക്ക് കൂടുതൽ മുൻതൂക്കം ഉള്ളത്? 4ലും മുൻതൂക്കമുണ്ടോ? 4ലും നമ്മുടെ തീരുമാനങ്ങളിലും പ്ലാനുകളിലും നമ്മളുണ്ടോ? ആ 4 ഏതെങ്കിലും ഒന്ന് മിസ്സിങ് ആണോ എന്ന് നമ്മൾ നോക്കണം. നമുക്ക് നമ്മളുടെ ഈഗോ, ഞാൻ ഇതിലൂടെ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് നിർത്താം. ഈഗോയിൽ മാത്രമാണ് ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് നമ്മളെ മേലിൽ എന്ത് നഷ്ടം ഉണ്ടാക്കുന്നതിലും നമുക്ക് എന്തുണ്ടാവില്ല, അതൊരു നമ്മൾ അതിൽ വീണ്ടും അഡിക്റ്റ് ആവും. അതേസമയം നമ്മളുടെ ഫാമിലിക്കകത്താണ് നമ്മൾ അഡിക്റ്റ് ആകുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഇങ്ങോട്ട് എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതൊന്നുമല്ല, അവരിലേക്ക് മാത്രമാവും നമ്മുടെ ലോകം. അതേസമയം നമുക്ക് സമൂഹത്തിനടുത്ത് മാത്രമാണ് പരിഗണന ഉണ്ടെങ്കിൽ അതിലേക്ക് മാത്രമായിട്ട് ആകും. അതല്ല, പ്രപഞ്ചത്തിലേക്കാണ് നമുക്ക് മാത്രമാണെങ്കിൽ, ഇത് 4 ഏതെങ്കിലും ഒന്ന് മാത്രമെന്നല്ല, ചിലപ്പോൾ 3 ആയിരിക്കും, മറ്റു മേഖല നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോഴും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ വലിയൊരു ഫാക്ടറി നടത്തുമ്പോൾ അത് ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് നാശം വരുന്ന ഒരു കെമിക്കൽ നമ്മൾ അവിടെ നിന്ന് ജലത്തിലൂടെ റിലീസ് ചെയ്യരുതെന്ന് പറയുന്നത് ഈ പറഞ്ഞ 4ാമത്തെ ഘടകമാണ്. ജലത്തിലേക്ക് തള്ളരുതെന്ന് പറയുന്നത് 4ാമത്തെ ഘടകമാണ്. അതേസമയം അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കരുത് എന്ന് വിചാരിക്കുന്നത് അവന് സമൂഹവുമായിട്ടുള്ള ബന്ധമാണ്. ഇങ്ങനെ നമ്മൾ ഈ 2 ഏരിയയും കൂടെ ഞാൻ കുറച്ചും കൂടെ വിശാലമാക്കി പറയാൻ ആണ് ഞാൻ ശ്രമിച്ചത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. കാരണം പഴയ നേരത്തെ ഞാനിപ്പോൾ യൂണിവേഴ്സൽ ബാങ്കിൻ്റെ കാരണം ഈ പ്രവർത്തന രീതികളൊക്കെ നമ്മുടെ പ്രാക്ടീസ് സെക്ഷനിലേക്ക് വരും. പ്ലാൻ അതെല്ലാം കൂടെയാണുള്ള പ്ലാനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ ഈ ദിവസങ്ങളിൽ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ, യൂണിവേഴ്സൽ ബാങ്ക് ദിവസങ്ങളിൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഒന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിനോടൊപ്പം നമ്മുടെ ഈ മനുഷ്യന്റെ ഒരു സ്വാർത്ഥത ഉണ്ടല്ലോ, കൂടുതൽ ലാഭം ഉണ്ടാക്കണം എന്നുള്ള എന്താ പറയാ, അടങ്ങാനാത്ത അത്യാഗ്രഹം. ഇപ്പൊ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഭോപ്പാൽ ദുരന്തം ഉണ്ടായി, യൂണിയൻ കാർബൈഡ് കമ്പനി. അത് സത്യത്തിൽ 1-2 വ്യക്തികളുടെ മാത്രം ലാഭ കൊതിയായിരുന്നു. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതം, അതും ഇതുപോലെ തന്നെ വന്ന ഒരു എന്താ പറയാ, ഈ അമിതമായ ലാഭക്കൊതിയിലൂടെ ഉണ്ടായിട്ടുള്ള ഈ ദുരന്തങ്ങളാണ്. അതുപോലെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൂടി ഒന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും സാർ. ഓക്കെ, അതായത് അതിലാണ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ഇപ്പോ ഈ ഏതാണ് നമ്മൾ എൻഡോസൾഫാനിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ അത് മനുഷ്യനും
അതുപോലെ തന്നെ മറ്റ് ജീവികളിലുമൊക്കെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അല്ലേ? മനുഷ്യന് മാത്രമല്ലല്ലോ മാഷെ അത്. അല്ലല്ല, പ്രകൃതിക്ക് മൊത്തം, പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും എത്ര കുടുംബങ്ങൾ, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള പല കുടുംബങ്ങളും ഉണ്ട്. അതാ ഞാൻ പറയാൻ പെട്ടെന്ന് ഓർമ്മ വരാൻ കാരണം. ഓക്കെ അതാണ് അവിടെ അവൻ എന്താണ് ഉള്ളത് അവന് ലാഭക്കൊതി എന്ന് പറയുമ്പോൾ അതില് സ്വാർത്ഥത ഉണ്ടാവാം, ഇല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന്റെ അതിനു വേണ്ടി ആരൊക്കെയാണോ പ്രവർത്തിച്ച അവരവരുടെ കുടുംബത്തിന്റെ തലമുറകൾക്ക് വേണ്ടിയുള്ള ആ ഒരു ലക്ഷ്യം ഒരുക്കി പുള്ളി ഇവരിതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. അത് ഏതാണെന്നുള്ളതാണ് നമ്മൾ അത്തരം പ്രവർത്തനത്തിൽ അവരുടെ ഒരു ഡീറ്റെയിൽ നോക്കിയാൽ അറിയോ. ചിലപ്പോൾ അവര് ഈഗോ ഉള്ളവരായിരിക്കില്ല, പക്ഷെ ഫാമിലിയോട് അഡിക്റ്റ് ആയിരിക്കും, ഫാമിലിയെ സുരക്ഷിതമാക്കണം എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇവർക്ക് സൂയിക്ക് വളരെ ഹൈ ലെവലിലേക്ക് പോവുക, അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് രണ്ടാമത് ഫാമിലിക്ക് കൊടുക്കും. പക്ഷെ അവർക്ക് എന്തില്ല, ഈ പറഞ്ഞ 3-4 ഘടകങ്ങൾ ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. പറഞ്ഞ മനസ്സിലായ പക്ഷേ? മനസ്സിലായി സാറേ. അപ്പൊ അവർക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയില്ല, ആത്മാർത്ഥതയില്ല. അതിന്റെ പരിണിത ഫലമാണ് ഈ അഴിമതിയും, നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയും അതിന്റെ ഒരു ഭാഗമാണ്. അതെ. പിന്നെ സാമൂഹികപരമായി ചെയ്യുന്നു നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സിസ്റ്റം ഇവിടെ ഉണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ ഒരു ബിസിനസ്സിനായാലും അതിന്റെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ജനാധിപത്യത്തിലെ സമത്വം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വരുമ്പോൾ, അതായത് തുല്യത എന്ന് പറയുന്ന ഒരു ഏരിയയൊക്കെ വരുമ്പോഴെന്ന് പറയുന്നത് അവിടെയൊക്കെ ടാക്സ് വർക്ക് ചെയ്യുന്നതൊക്കെ ഏറ്റവും കൂടുതൽ അതിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ എന്ത് ചെയ്യും, കുറെ ഫണ്ടുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്തുകൊണ്ട്, ഇപ്പോൾ സമൂഹ വിഭാഗങ്ങൾ അത്തരം ചാരിറ്റികൾ ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ അതിനേക്കാൾ 100 മടങ്ങ് പണം അവരുടെ കീശയിലേക്ക് വെക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അവർക്ക് ചെയ്തേ പറ്റും. ഇതിന്റെ ഒരു അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അല്ലാതെ അവരുടെ ആ ടാക്സിനുള്ള പൈസ, അല്ലെങ്കിൽ സേവനം ചെയ്യാനുള്ള പൈസ ഒരു ബിസിനസ് നടത്തുമ്പോൾ സേവനം ചെയ്യാനുള്ള പൈസയില് 1 രൂപയെങ്കിലും അവരെ ലാഭത്തിൽ നിന്ന്, അവർക്ക് മാറ്റിവെച്ച പൈസയിൽ നിന്നും കൂടി അവർ ചിലവാക്കി സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അതെ സാർ, അതെ. അപ്പൊ പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് മാത്രം അവർക്ക് സാമൂഹിക ഉണ്ടെന്നുള്ളതല്ല. അവരുടെ ബിസിനസ്സിന് വേണ്ടി ഇത്ര ലാഭത്തിൽ ഇത്ര അവർക്ക് സേവനം ചെയ്യണമെന്നുണ്ട്. അപ്പൊ ആ സേവനം ചെയ്യുന്നതിന് വേണ്ടി ആ പൈസ മാറ്റുന്നത്, അതിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് 1 രൂപയും കൂടി ചിലവാക്കുന്ന ആളിന്റെ മാനസികാവസ്ഥയും, അതല്ല ഈ ഒരു ബിസിനസ് നടത്തിയിട്ട് ഈ ഒരു സാമൂഹിക സേവനം ചെയ്തുകൊണ്ട് അതിന്റെ 10 മടങ്ങ് അവരുടെ കണക്കിൽ നിന്ന് മാറ്റി അവരുടെ സ്വകാര്യതയിലേക്ക് കൊള്ളിക്കുന്നവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളെ മാത്രമാണ് ഇവിടെ സൂക്ഷ്മമായി നോക്കാൻ പറ്റുന്നത്. അതാണ്. അപ്പൊ ഈ 4 ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന പ്ലാനുകളിൽ അത് ഒരു രീതിയിലും മറ്റൊരു വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും വരരുത്, ഒരു സ്റ്റഡിയായി ജീവിക്കുക എന്നുള്ളതല്ല. പക്ഷെ അതൊരു മാരക അല്ലെങ്കിൽ ഒരു ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഒരു പ്രവർത്തനം ചെയ്യരുത് എന്നുള്ളത് അവിടെയെങ്കിലും നമ്മൾ അതിനകത്തൊന്ന് ശ്രദ്ധാലു ആവേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ പ്ലാനിൽ ഇത് വേണം. നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാനിൽ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ക്ലാസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത്, അപ്പോൾ അത് എങ്ങനെ, എൻ്റെ കാര്യം എത്ര സേഫ് ആവണം, എൻ്റെ ഫാമിലിക്ക് എത്ര സേഫ് ആവണം, എൻ്റെ സമൂഹം, ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ സൂക്ഷ്മമായ വിശാലതലം എന്ന് പറഞ്ഞാൽ നിങ്ങളും കൂടെ വരുന്നതാണ്. നിങ്ങളിൽ എത്ര പേരാണോ എന്നോട് സംസാരിക്കുകയും ലൈവിൽ വരികയും എൻ്റെ മുഖം കണ്ടിട്ടുള്ളതും അവിടെ കൂടുതലായിരിക്കും. ഇതിൽ ഇപ്പോൾ ആകെ 10-50 പേരാണ് എൻ്റെ ഓൾ ക്ലാസ്സിനകത്തുള്ള. പക്ഷെ 50 പേരിൽ എത്ര പേരായിട്ടാണ് ഇത് കണക്റ്റഡ് എന്നുള്ളത് എനിക്ക് അറിയില്ല. അവരുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്പേസ്, അതായത് ലൈഫ് സ്പേസ് ചുരുങ്ങിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എന്നാൽ സ്ഥിരമായി അറിയാവുന്നവർ എന്ന് പറഞ്ഞ പോലെ ആ ലൈഫ് സ്പേസിൽ എൻ്റെ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും കൂടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇതിനകത്ത് നിങ്ങളിൽ എത്രമാത്രം ഉപയോഗമുണ്ട്. ഇനി നിങ്ങളിത് അറിഞ്ഞിട്ട് പോകുമ്പോൾ പ്രപഞ്ചത്തിലെ ഇവിടുത്തെ എല്ലാ ജീവജാലങ്ങൾക്കും കൂടി
എത്രമാത്രം ഉപയോഗപ്രദമാണ്. ഇത് പ്ലാനിങ് ആണ്. അത് നമ്മൾ ചെയ്യും. അത് എവിടെയെങ്കിലും കോട്ടം വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. എനിക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ കാര്യങ്ങൾക്ക് കോട്ടം വരികയാണെങ്കിൽ അറിയാം. അതായത് സ്വാർത്ഥയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, എൻ്റെ ഫാമിലിയുടെ ഭാഗത്ത് കോട്ടം വരുമ്പോൾ, നിങ്ങളുടെ ഭാഗത്ത്, അതായത് നമ്മുടെ സമൂഹം, അത് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മാത്രം എന്നുള്ളതല്ല, പക്ഷേ ഈ കോഴ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടാണ്. അല്ലാതെ സമൂഹം എന്ന് പറയുമ്പോൾ ഞാൻ ചുറ്റിലും ഉള്ള എല്ലാ ബന്ധുവും അതിനകത്ത് വരും. പിന്നെ പ്രപഞ്ചം മീൻസ് ഈ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ലോകത്തിലുള്ള മറ്റെല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ പൈതൃകങ്ങൾക്കും വേണ്ടി. അത് ഒരുപാട് ഏരിയ നമുക്ക് ചേർക്കേണ്ടി വരും ഇവിടെ. 4ാമത്തെ ഏരിയ അത് ഭയങ്കര വിശാലമായ, പ്രപഞ്ചം എത്ര വലുതാണോ അത്രമാത്രം വിശാലമായതും കൂടിയാണ്. കണക്ട് ആയെന്ന് വിചാരിക്കുന്നു ബാബുരാജ് സാറേ. ഓക്കെ സാറേ, ക്ലിയർ ആയി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും നമ്മളെ നീതു ടീച്ചറിന് എന്തെങ്കിലും പറയാനുണ്ടോ? നീതു ടീച്ചർ ഇങ്ങനെ എനിക്ക് പറയാനുണ്ട് മാഷെ. പറയാമോ? മാഷിപ്പി പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ മുമ്പ് അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു പ്രൊജക്ട് ആലോചിക്കുന്നുണ്ടെന്ന് മാഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ മാഷ് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് എന്തോ നമ്മള് ഒരു കറക്റ്റ് പാത്വേയിൽ എന്തോ ചിന്തിച്ചിട്ട് എപ്പോഴും ഉണ്ട് എന്ന് ഇങ്ങനെ തോന്നി. എന്ന് വെച്ചാല് ഞാൻ അങ്ങനെ ഒരു പ്രൊജക്ട് അതിപ്പോ പറയുന്നില്ല, ആലോചിച്ചത് തീർച്ചയായും എനിക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് വേണം. ഞാൻ എനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. എന്റെ വളരെ ആത്മസംതൃപ്തിക്ക് വേണ്ടി, സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു ആഗ്രഹം, അങ്ങനെയുള്ള ഒരു സാധനമാണ്. ഒപ്പം എനിക്ക് എന്റെ കുടുംബത്തിനെ ഫിനാൻഷ്യലി അല്ലാത്ത കാര്യങ്ങൾ കൊണ്ടും, എന്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെ ചുറ്റും നിൽക്കുന്ന കുറച്ച് മനുഷ്യന്മാരെയാണ് എനിക്ക് അതിൽ സേഫ് ആക്കണം എന്നെനിക്ക് ആ ഒരു കാര്യത്തിലൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. 3ാമത്തെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യത്തിലൂടെ അറ്റ്ലീസ്റ്റ് ഒരു 4 ആൾക്കെങ്കിലും അതിന്റെ ബെനിഫിറ്റ് കിട്ടണം. അത് ഞാൻ ഉറപ്പിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് മാത്രമായിട്ടൊരു ബെനിഫിറ്റ് വേണ്ട, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റണം. അത് എനിക്കിങ്ങനെ ഒരാൾക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞു, ഒരു പ്രാവശ്യം നമുക്ക് പൈസ കൊടുക്കാം, 2ാമത്തെ പ്രാവശ്യം പൈസ കൊടുക്കാം, 3ാമത്തെ പ്രാവശ്യം കൊടുക്കാം. അതിനേക്കാളും വലുതായിരിക്കും ഒരു പക്ഷെ ഒരാൾക്ക് ഒരു തൊഴിൽ കൊടുക്കുന്നത്, ഏൺ ചെയ്യാനുള്ള ഒരു സോഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ കൂടെ ഒരിക്കലും ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് പണത്തിലൂടെ ഉപരി അവർക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിലൂടെ ചെയ്യാൻ പറ്റുന്നത് ആണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മാർഗം കാണിച്ചു കൊടുക്കുക, പിന്നെ അവന്റെ ഉത്തരവാദിത്തമാണത്. ആ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. 4ാമത്തെ കാര്യം മാഷി പറഞ്ഞ പ്രപഞ്ചമൊന്നും എന്റെ മൈൻഡിലേക്ക് എത്തിയിട്ടേ ഇല്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മള് ഒരു ഭൂമിയിലുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ട് വെച്ചെങ്കിൽ, ഒരിക്കലും ഇപ്പൊ എന്റെ അടുത്ത് ഒരു ആർക്കിടെക്ട്, തൃശ്ശൂരത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് ആണ്, നമ്മുടെ ജോസ് ആലുക്കാസിന്റെ ഒക്കെ ബിൽഡിങ്സ് ഒക്കെ ഡിസൈൻ ചെയ്യണം. പക്ഷെ ഭയങ്കര നല്ലൊരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾ പറഞ്ഞിട്ടുണ്ട്, ആർക്കിടെക്ട് ആണ്, എല്ലാതരം ജോലികളും ചെയ്യുന്നത്. പക്ഷെ ആള് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും മണ്ണിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യരുത് എന്നാള് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാല് എങ്ങനെയാണോ ഒരു ഭൂമി എങ്ങനെയാണോ കിടക്കുന്നത്, ആ ഭൂമിക്ക് ഇണങ്ങുന്ന ഒരു സാധനം ഭൂമിയെ വേദനിപ്പിക്കാതെ ചെയ്യുമ്പോഴാണ് ഭൂമി നമ്മളെ സംരക്ഷിക്കുകയെന്ന് ആളുടെ ഐഡിയയിൽ പറഞ്ഞതായിരിക്കാം. പക്ഷെ എനിക്കത് ഭയങ്കര ഇങ്ങനെ ഹൃദയത്തെ കൊണ്ടുവന്ന് പറയണ പോലെ. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയും എന്റെ ചുറ്റുമുള്ള പ്രകൃതിക്ക് ഒരു ദോഷം ഉണ്ടാക്കുന്ന, അല്ലാച്ചെങ്കില് നമുക്ക് എന്ത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അതിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഈവൻ ഞാൻ ആലോചിച്ച പ്രൊജക്ടിന്റെ ഒരു ഭാഗം ഒരു കുഞ്ഞു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങളുടെ പാടത്തൊന്നും ഞൗഞ്ഞില്ല. ഞൗഞ്ഞി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞൗഞ്ഞി തൃശ്ശൂർക്കാരെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഉരുണ്ടിരിക്കുന്ന ഒരു സാധനം. അതെ. അപ്പൊ ഞങ്ങളുടെ പുഞ്ചപ്പാടുള്ള സ്ഥലമാണ് ഞങ്ങളുടെ അവിടെ. പക്ഷെ ഞങ്ങളുടെ പാടത്തൊന്നും ഞൗഞ്ഞിയില്ല. കാരണം കുറെ കാലമായിട്ട് ഈ വിഷം അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ ആലോചിക്കുന്നത് എനിക്ക് ആ ഒരു പരിസരത്തുള്ള ഒരു കാര്യമാണ് എന്റെ മൈൻഡിലുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഒരു പക്ഷെ എനിക്ക് ആ പുഞ്ചപ്പാടം 1000കണക്കിന് ഹെക്ടർ കിടക്കുന്ന പാടാ, എനിക്കതൊന്നും നന്നാക്കാൻ പറ്റിയില്ല.
പക്ഷെ എനിക്ക് എന്റെ പ്ലോട്ടില് ഞാൻ ഒരു അതിനോട് ചേർന്ന ഒരു കാര്യം കുറച്ച് അതിന്റെ ഒരു പ്രചരണം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മളായിട്ട് നശിപ്പിച്ചത് അതൊക്കെ വംശനാശം വന്നതാ. ഒരിക്കലും അത് നാച്ചുറലി വംശനാശം വന്ന ഒരു സംഭവമേ അല്ല. മണ്ണിര അതൊന്നും ഞാനായിട്ടൊരു എനിക്കൊരു ചെറിയൊരു കൃഷിയുടെ ഒക്കെ അതിനോട് ചേർന്നിട്ട് ഉണ്ടാവണമെന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിരുന്ന് ആലോചിക്കാം, എനിക്ക് കുറച്ച് ഞാവുഞ്ഞീനെ ഞാൻ മനഃപൂർവ്വം വളർത്തും. അത് ഒരിക്കലും നെൽകൃഷിക്കൊന്നും ബാധിക്കുന്ന ഒരു സാധനമല്ല. പക്ഷെ അത് നമ്മള് മനുഷ്യൻ കാരണം വംശനാശം വന്നു പോയൊരു സാധനം. അത് നമ്മൾ ഈ വിഷം അടിച്ചിട്ട് തന്നെയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യണം എന്ന് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ മാഷ് പറഞ്ഞ സംഭവങ്ങളൊന്നും ആലോചിച്ചിട്ടല്ല, പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തില് ഇതൊക്കെ ഇങ്ങനെ ആവണം എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ മാഷ് പറഞ്ഞപ്പോ അതിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ എല്ലാം കണക്റ്റഡ് ആയി കിടക്കുന്നു. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ, അതായത് ഇവിടെ ഇത്രയും നമ്മൾ ഇതിൽ പറയുമ്പോൾ ഇതൊക്കെ മനുഷ്യന് ഒന്നിനും ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മളെ തലച്ചോറിനകത്ത് എന്ത് ചെയ്യും, ഈ പ്രോസസ് നടക്കും. പക്ഷെ ഇങ്ങനെ ഒരു തിയറിയും കൂടെ നമ്മുടെ മനസ്സിൽ കിട്ടുമ്പോൾ ഇതിനെ കുറച്ച് നല്ല രീതിയിൽ കണക്റ്റഡ് ആവും കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു ടീച്ചറെ. സനീർ സാറേ, മാഷെ എന്തോ പറയാൻ നേരത്തെ മൈക്കൊന്ന്. സാറേ സൗണ്ട് ക്ലിയർ ആവില്ല, ഞാൻ പുറത്താണ്. അതായത് സാറേ ഇതായിട്ട് ബന്ധപ്പെട്ടല്ല, ഈ മനസ്സിനെ ഗ്രഹങ്ങളായിട്ട് ബന്ധങ്ങളുണ്ടാ? ശരിക്കും ഗ്രഹങ്ങൾ സ്വാധീനിക്കാൻ പറ്റുമോ മനസ്സിലെ ചിന്തകളെ? മനസ്സിന്റെ ചിന്തകളെ ഗ്രഹങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയും. അത് മാഷിപ്പോ അടുത്ത നമ്മുടെ പുതിയ ബാച്ചാണോ? 9ാമത്തെ ബാച്ച്, തുടങ്ങാൻ പോകുന്ന ബാച്ച്. ശരി. സ്വാധീനിക്കാൻ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും. പക്ഷെ അത് നമ്മളുടെ അറിവുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് അതിനെ കുറിച്ച് അറിയുമ്പോഴാണ് കൂടുതൽ സ്വാധീനം ഉണ്ടാവുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അത് ന്യൂറോണിനെ കുറിച്ചൊരു ധാരണ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ന്യൂറോണിനെ കുറിച്ചൊരു നല്ലൊരു അറിവ് കിട്ടുമ്പോൾ ന്യൂറോണിലേക്ക് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്കെന്താണ് അത് ആ ന്യൂറോൺസിലേക്കാണ് ആ എനർജി പ്രവഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പവറുള്ള ഒരു മാഗ്നറ്റിക്, ഇലക്ട്രിക്, കെമിക്കൽ പ്രോസസ്സാണ് നമ്മളെ ന്യൂറോൺസിനകത്ത് നടക്കുന്നത്. അതിന് അത്രയും ദൂരെയുള്ള വസ്തുവിനെ പോലും വലിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. അതായത് മനുഷ്യന് അതിനെക്കുറിച്ചുള്ള ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധാ തത്വം എന്ന് പറഞ്ഞൊരു ഏരിയയുണ്ട്. ആ ശ്രദ്ധയും കൂടെ വരുമ്പോൾ അത് കണക്റ്റഡ് ആവും. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. സാറേ നമസ്കാരം. നമസ്കാരം സാറേ. സാർ ഇന്ന് പറഞ്ഞ കാര്യത്തിലേ ഇടയ്ക്ക് വെച്ച് പറഞ്ഞല്ലോ, അതായത് നമ്മളുടെ മുന്നിലിരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന ഒരാളെ അയാൾ ഏത് നിലവാരത്തിലാണ് എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അറിവിനെ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു ലെവലിലേക്ക് എത്തിച്ചു തരുന്നത് ചിലപ്പോൾ അയാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയ, സാറ് പറഞ്ഞല്ലോ, അയാളിൽ നിന്ന് കണക്ട് ചെയ്യുന്ന സംഭവമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ചിന്ത കുറച്ചും കൂടി ആ യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്ത കാര്യത്തിന്, അതായത് നമ്മളുടെ ഈഗോ സെക്ഷൻ മാത്രം ഉണർന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. സാർ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അപ്പോ സാറ് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഒരു ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാല് ഈ 4 ഘടകവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സൂക്ഷ്മ ചിന്തയിൽ വേണം. ഈ 4നെ യൂണിവേഴ്സിന്റെ തലത്തിലേക്ക് ഉയർത്താനും പറ്റണം. അതൊരു ഭയങ്കര ചിന്തയാണ്. അതായത് ഈഗോ, ഇപ്പൊ നമ്മളിപ്പോ ഹരിനാമകീർത്തനത്തിലൊക്കെ പറയുമ്പോ ഞാനെന്ന് നിനക്കുകയാണെങ്കിൽ അത് സകലം ഞാനാണെന്ന് കരുതിക്കോളൂ നീ എന്ന് പറയുമ്പോ അത് നമ്മുടെ ഈഗോനെ കുറച്ചും കൂടി യൂണിവേഴ്സലാക്കുന്നതിന് തുല്യമല്ലേ ശരിക്കും? എന്ന് പറഞ്ഞ മാതിരി ഓരോ ഘടകത്തെയും, കുടുംബത്തെ ആയാലും നമ്മുടെ പേഴ്സണൽ ഈഗോനെ ആയാലും യൂണിവേഴ്സിന്റെ തരത്തിലായാലും എല്ലാത്തിനെയും പ്രപഞ്ചത്തോളം നമ്മൾ ഉയർത്താൻ തയ്യാറായി കഴിഞ്ഞാൽ ഇത് കൃത്യമായി ബാലൻസ് ആവും എന്നല്ലേ സാറ് ശരിക്കും പറഞ്ഞു വെച്ചത്? അതെ. അപ്പൊ അതിനകത്ത് എനിക്ക് കുറെ കൂടി ഇതായിട്ട് തോന്നി, മറ്റുള്ളവനെ കരുതുക, അല്ലെങ്കിൽ നമ്മളിലും അയാളൊട്ടും താഴെയുമല്ല, ചിലപ്പോ മുകളിലും അല്ലായിരിക്കാം, ചിലപ്പോ മുകളിലായിരിക്കാം. അപ്പൊ ഒരു മുൻവിധി ഇല്ലാതെ നമ്മൾ മനുഷ്യരോട് പ്രവർത്തിക്കാനും അവരോട് കൂടെ സഹവർത്തിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ നമ്മളുടെ ലോകം തന്നെയല്ലേ വലുതാവുന്നത് ശരി? ഉറപ്പായിട്ടും. അതെ, അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയ ചിന്ത. കാരണം നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ വലുതാണെന്ന് നമ്മൾ കേൾക്കുമ്പോ. അതെ. കാരണം അവിടെ പുതിയ പഠിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മളിൽ ഉള്ളതേ പറയുന്നുള്ളൂ. പിന്നെ
പറയുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ തലച്ചോറിനകത്ത് കിടക്കുന്ന പല ന്യൂറോൺസുകളെ കണക്ട് ചെയ്യും. അത് കിട്ടുന്നത് നമുക്ക് കിട്ടുന്നൊരു ലക്കാണ്. എനിക്ക് സാറ് വേറെ ഒരു കഥ ഒരാൾ പറഞ്ഞിട്ടുള്ള കഥയാണ്. അതായത് ഈ പ്രപഞ്ചത്തെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കണ വളരെ സ്പിരിച്വൽ ആയിട്ട് ഹൈ. സാറ് പറഞ്ഞല്ലോ ഒരു സൈഡിലേക്ക് മാത്രം ശ്രദ്ധയാണ്. ഇപ്പൊ ഒരാൾ സ്പിരിച്വൽ ആയിട്ട് മാത്രം ഹൈ ആണെങ്കിൽ അയാൾ ആ ഒരു ഏരിയയിൽ മാത്രമാണ് തുറന്നിരിക്കുന്നത്. പക്ഷെ സാധാരണ കാര്യങ്ങളും ചെറിയ സാധാരണ ഒരു മനുഷ്യർ മുന്നിൽ വന്ന ആൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്താണെന്ന് അയാളുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനോ ചിലപ്പോൾ ഇയാൾക്ക് അറിയുണ്ടാവില്ല. ഞാൻ കേട്ടൊരു കഥയാണ്, സാറ് പറഞ്ഞതിനൊന്ന് കണക്ട് ചെയ്യുന്നതാണ്. അതായത് ഒരു പള്ളിയിൽ അച്ഛൻ ഈ യൂണിവേഴ്സിന്റെ പ്രവർത്തനത്തെയും ഈ യൂണിവേഴ്സ് എവിടെ നിന്ന് ഉണ്ടായി എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് പള്ളിയിലെ പ്രാർത്ഥന ആയിരിക്കാം. പക്ഷെ ആളുകൾക്ക് ഒന്നും സത്യത്തിൽ മനസ്സിലാവണില്ല. എല്ലാവരും ഓക്കെ പ്രാർത്ഥന എന്നുള്ള രീതിയിൽ കേട്ടിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് നിൽക്കുന്ന ഏറ്റവും കുഞ്ഞു പയ്യൻ, ഒരു വളരെ ചെറിയ പയ്യൻ നേരെ പോയിട്ട് അച്ഛന്റെ അടുത്ത് പോയിട്ട്, അച്ഛൻ ഞാനിപ്പോ ഒരു പരീക്ഷണം കാണിച്ചു തരാം, ഇത് കണ്ടിട്ട് അച്ഛൻ അതിന് ഉത്തരം പറയാമോ? ആ കുഴപ്പമില്ല, നീ കാണിച്ചു, എന്ത് പരീക്ഷണത്തിന് വേണമെങ്കിൽ ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞു. അച്ഛന്റെ മുമ്പിൽ ഇരുന്ന മെഴുകുതിരി എടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാല് അത് കത്തിച്ചു. കത്തിച്ചതിന് ശേഷം അച്ഛനോട് പറഞ്ഞു ഒന്ന് ഊതിക്കെടുത്താൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു? ആ മെഴുകുതിരി ഊതിക്കെടുത്തി. എന്നിട്ട് ഈ പയ്യൻ അച്ഛനോട് ചോദിക്കാണ്, അച്ഛൻ ആദ്യം കത്തിച്ചപ്പോൾ ആ ഫ്ലെയിം എവിടുന്ന് വന്നു? അച്ഛൻ ഊതിക്കെടുത്തിയപ്പോ ആ ഫ്ലെയിം എങ്ങോട്ട് പോയി? അതിന് ഉത്തരം പറയാമോന്ന് ചോദിച്ചു. അച്ഛൻ അവിടുന്ന് വേർക്കാൻ തുടങ്ങി. ഇതിനെ വിശദീകരിക്കാനോ ഈ ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കാനോ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അതായത് ആ ഫ്ലെയിം എങ്ങനെ വന്നു എങ്ങോട്ട് പോയെന്ന് പറയാം. അച്ഛൻ അവസാനം ഉത്തരം മുട്ടി, നീ തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ ആ പയ്യൻ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കാണ്, ഇത് എവിടുന്നാണോ വന്നേ അങ്ങോട്ട് തന്നെയാണ് ഊതിക്കെടുത്തിയപ്പോഴും പോയത്. ഈ ഒരു തത്വം മനസ്സിലാക്കിയ അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലാവും എന്ന് പറയാം. ആ കുട്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഓരോ ഘടകവും യൂണിവേഴ്സോളം നമ്മൾ വലുതാക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കി പിന്നെ അതുപോലെ തന്നെ സാറ് പറഞ്ഞ നമ്മുടെ മൈൻഡിന്റെ അകവും ഈ യൂണിവേഴ്സ് പോലെ വിശാലമാണ്. അത് നമ്മൾ കണ്ടെത്തേണ്ട താമസമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പുതിയതായിട്ട് കണ്ടെത്താനില്ല. അത് നമ്മൾ കണ്ടെത്തുകയാണ്. ശരി, നമ്മൾ കണ്ടെത്തുകയല്ല, അത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ. എന്നിട്ട് അതിനെ വിശാലാക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അതെല്ലാം ഒരു ഭയങ്കര രസകരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എന്ന് പറയാം. താങ്ക് യു. ഇത്തരം അഭിപ്രായങ്ങൾ അറിയുമ്പോൾ നമുക്ക് അതിന്റെ പുതിയൊരു തലങ്ങൾ കിട്ടുന്നത്. അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് പുതിയ ബാച്ചിൻ്റെ അടുത്തൊക്കെ ഇതിന് ആഴത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഐഡിയ കിട്ടും. ഓക്കെ, താങ്ക് യു സാറേ. വേറെ പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? മാഷെ ആർക്കും പറയാനില്ലെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കേ. അന്ന് മണി ബാങ്കിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മളൊരു 30% യൂണിവേഴ്സിറ്റി ബാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് മാസങ്ങളായിട്ട് ഞാനിങ്ങനെ പൈസ മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഞാൻ വിചാരിക്കുന്നു മാഷി പറഞ്ഞ പോലെ അതൊന്ന് സേഫ് ആക്കിയിട്ട് ഇപ്പൊ ഈ പറഞ്ഞില്ലേ മാഷി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, അങ്ങനെ ഇടാം. എന്നിട്ട് നമ്മുടെ യൂണിവേഴ്സൽ ബാങ്കിക്ക് സാർ ഒരു പ്രിന്റ് എടുക്കാൻ തരാം. അപ്പൊ അങ്ങനെ പ്രിന്റ് എടുക്കാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. മാഷി അത് അയച്ചോളൂ. ആണോ? എത്ര രൂപ ഏകദേശം ബാങ്കിലേക്ക് ഇടാൻ? ഞാനിപ്പോ ഇവിടെയാണ് ഇടുന്നത്, എന്ന് വെച്ചാൽ ദർഹത്തിലാണ് കാശ്. അപ്പൊ ഞാനൊരു 20,000 ഇടാന്ന് വിചാരിക്കുന്നു. ആ പോയിന്റ് ഒന്ന് പറയോ എന്താണെന്നുള്ളത്? അറിയാൻ പാടില്ല ചോദിക്കണം പറഞ്ഞ പോയിന്റിന്. അതായത് ഇപ്പൊ പറഞ്ഞതെന്ന് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞത് നമ്മൾ യൂണിവേഴ്സൽ ബാങ്കിനകത്തേക്ക് നമുക്ക് വരുന്ന വരുമാനത്തിന്റെ 30% പൈസ നമ്മൾ യൂണിവേഴ്സൽ ബാങ്കിലോട്ട് കരുതും. അത് മാഷുണ്ടായിരുന്നല്ലോ, അറിയല്ലോ. അല്ല, ഞാൻ 8 ബാച്ച് 8. ഓക്കെ. അത് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് പ്രാക്ടീസ് സെക്ഷനിലാണ് ശക്തമാക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇതിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്ന, മനസ്സിലായോ? അതായത് നമുക്ക് നമ്മളുടേതായ ഒരു യൂണിവേഴ്സൽ ബാങ്ക് സെറ്റ് ചെയ്യും. ഒരു മണി ബോക്സ് നമ്മളെ വീട്ടിൽ സെറ്റാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്നത്, വേറെ നമ്മൾ സ്ഥലം മാറി ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഈ 30% നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്യുക, മാറ്റുന്ന ഇതില് നമുക്ക് നേരിട്ട്, അതായത് ഇതൊരു നമ്മൾ തന്നെയാണ് ഇതിന്റെ സ്റ്റാഫ്, ഒരു ബാങ്കിന്റെ മാനേജരും അതിന്റെ സ്റ്റാഫും, മനസ്സിലല്ലേ?
അതിൻ്റെ കസ്റ്റമറും എല്ലാം നമ്മൾ തന്നെയാണ്. പക്ഷെ ഈ പൈസ എന്ന് പറഞ്ഞാൽ നമുക്കെടുത്ത് കണക്കില്ല. അതായത് ഇതിൽ നമുക്ക് അവകാശമില്ല. ഇത് യൂണിവേഴ്സൽ ലോണിലാണ് ഈ 30%. അത് എന്തിനു വിനിയോഗിക്കും? നമ്മൾ എന്തെങ്കിലും ഇല്ല അതിന് നമ്മളെ ഇപ്പൊ ഈ പറഞ്ഞ 4 ഘടകങ്ങൾ, ഞാൻ ഇന്ന് ഈ പറഞ്ഞ 4 ഘടകങ്ങളെ ഞാൻ പിന്നീട് അവിടെ കണക്ട് ചെയ്യും. പക്ഷെ അത് ഈ 100-ൽ 10% വരും. അതല്ല അവിടെ വരുന്ന ഈ പൈസ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സൽ പണിയെടുക്കാന്ന് ജോലിക്കാരനാക്കാന്ന് അർത്ഥമല്ല. യൂണിവേഴ്സൽ എന്ത് ചെയ്യും? അതായത് ഈ പറയുന്ന പൈസ നമുക്ക് അതിൽ നിന്ന് ലോണായിട്ട് എടുക്കാൻ പറ്റും. അത് നമ്മുടെ പേഴ്സണലി ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ നമ്മളുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ അതെടുക്കാൻ പറ്റുന്നത് അതാണ് ഈ ഒരു 30% നമുക്ക് അതിൽ നിന്ന് എടുക്കാം, ലോണായിട്ട് എടുക്കാം. അതിൽ കൂടെ എടുക്കാൻ പറ്റില്ല. ബിസിനസ്സിന് വേണ്ടിയാണെങ്കിൽ 70% എടുക്കാം. ഇങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. ബിസിനസ്സിന് വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ലാഭം ജനറേറ്റ് ചെയ്യാനാണ് അതിൽ നിന്ന് കൂടുതൽ പൈസ എടുക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ കൃത്യമായിട്ട് 2 വർഷം പണിയെടുക്കണമെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പൈസ അത് പിന്നെ നിന്ന് ചെയ്തു തരും. മനസ്സിലായി? ഇതെല്ലാം നമ്മുടെ പ്രാക്ടീസ് സെക്ഷനിലാണ് ശരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ദിവസം അവിടെ ചെന്നിട്ട് ഇത് പറയാതിരിക്കുന്നതിന് വേണ്ടി തുടക്കമേ നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നതിൽ ടീച്ചർ അന്ന് പലരിടത്തും പറഞ്ഞു. അങ്ങനെ 7ാം ബാച്ച് വരെ അടുത്ത് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. 8ാമത്തെ ബാച്ചിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുക, ഇത് നമ്മൾ പൈസ ഇപ്പോൾ ടീച്ചർ പറഞ്ഞതിൻ്റെ ഫൈനലൂടെ പറയാണ്. അതായത് ഈ പൈസ നമ്മൾ എന്നും എന്ത് ചെയ്യുക, നമ്മൾ ഒരു ബോക്സിനകത്താണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആ പൈസ നമുക്ക് നിവർത്തി വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇതിനകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇതൊരു കരുതൽ പണമാണ്. ഇത് നമ്മൾ നേരിടുന്ന ഒരുപാട് സാമ്പത്തിക വിഷയങ്ങൾ, മറ്റു കുറേ കാര്യങ്ങളെയൊക്കെ നമ്മളിൽ ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ കടത്തിലാണെങ്കിൽ പോലും ഈ 50,000 രൂപ ഓൾറെഡി നമ്മളിൽ കരുതലായിട്ടിരിക്കുന്നത് കൊണ്ട് ഈ 50 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം കടം വീട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യുന്നതിനുള്ള ഉന്മേഷം ഇയാൾ തരും. അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് ചിന്തിക്കാനുള്ള സമയം കിട്ടും. ഇത് നമ്മുടെ കയ്യിൽ തന്നെ ലിക്വിഡായിട്ട് സൂക്ഷിക്കണം. ഇതിനെ ഇപ്പൊ ടീച്ചർ പറഞ്ഞ റൗണ്ടിലോട്ട് വരികയാണ്. ഇതിന് നമ്മൾ മറ്റൊരു അക്കൗണ്ട് എടുക്കും. അക്കൗണ്ട് എടുത്ത് അതിലേക്ക് പൈസ മാറ്റുമ്പോൾ ഞാൻ യൂണിവേഴ്സൽ കറൻസി ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എത്ര രൂപയാണോ ഇടുന്നത് അതിന്റെ കറൻസി ഞാനൊരു സെറ്റ് ഓഫ് കറൻസികളുണ്ട്. അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ 10,000-ന്റെ ഉണ്ട്. ഇപ്പൊ 10,000-ന്റെ 4 എണ്ണം മനസ്സിലായില്ലേ? 1000-ന്റെ 4 എണ്ണം, 5,000-ന്റെ 1. അതേപോലെ 10,000-ന്റെ 4 എണ്ണം, 50,000-ന്റെ 1. അതേപോലെ 1 ലക്ഷത്തിന്റെ 4 എണ്ണം, 5 ലക്ഷത്തിന്റെ 1. അതുപോലെ 10 ലക്ഷത്തിന്റെ 4 എണ്ണം, 50 ലക്ഷത്തിന്റെ 1. ഇങ്ങനെ കുറച്ച് പൈസകൾ മാത്രം മതി. നമ്മൾ ഈ ബാങ്കിലേക്ക് ഇടുന്നത് ഈ കോയിൻ വെച്ച്, ഈ കറൻസി നമ്മൾ ഇതിൽ വെക്കും. അതായത് നമ്മൾ എത്രമാത്രം യൂണിവേഴ്സലിൽ കൊടുത്തു എന്നുള്ളതിന്റെ പ്രിന്റ് നമ്മളെ വേണം. ഇതൊരു സൈക്കോളജിക്കൽ ഒരു പവറിന് വേണ്ടിയും കൂടിയാണ് ഞാനത് വെക്കുന്നത്. അല്ല നമ്മള് അക്കൗണ്ടിൽ ഉണ്ടെന്ന് മാത്രമല്ല. ഓക്കെ അപ്പൊ അത് ടീച്ചറിന് അയച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്താലോ? ശ്രീരാജ് സാർ വല്ലതും പറയാനുണ്ടോ? ഓക്കെ. നമ്മളെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ കാര്യങ്ങൾ, കേൾക്കുന്നുണ്ട്, സന്തോഷം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ? പോഡ്കാസ്റ്റ് നാളെ രാവിലെ നമ്മൾ 11 മണിക്ക് അവിടെ എത്തും. ഞാനും ബോസാറും കൂടി 11 മണിക്ക് അവിടെ എത്തും. അവർ എന്നാണത് ചെയ്യുന്നതറിയില്ല, ഇതിരുന്നില്ല. പക്ഷെ പോഡ്കാസ്റ്റ് നാളെയാണ് നടക്കുന്നത്. അവരൊരു പ്ലാൻ കാണും. എറണാകുളം ബാങ്ക് റോഡോ അങ്ങനെ ഉണ്ടോ? ബാങ്ക് റോഡോ? ആ, ഞാൻ എറണാകുളത്താണ്. ബാങ്ക് റോഡ് ഏത് ഭാഗത്താണോ? എനിക്ക് ഇപ്പോഴാണ് അഡ്രസ്, ഒരു സെക്കൻഡ്, ഇപ്പോഴാണ് എനിക്ക് അഡ്രസ്. അതായത് ABC ചാനൽ അവരുടെ ഓഫീസാണ് അവിടെ. എനിക്ക് അവർക്ക് ഒരുപാട് എണ്ണം ഉണ്ട്. മെയിൻ സ്ഥലം ഏതാ സാറേ? ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എറണാകുളം നോർത്ത് ഇറങ്ങണം. ABC മലയാളം
ഗ്രൗണ്ട് ഫ്ലോർ നോർത്താ? നോർത്ത് ആ നോർത്തിലാണ്. റെഡ് ബുൾ ഇന്ത്യ ലിമിറ്റഡ്, കലൂര്, കൊച്ചി. കലൂര്. അവിടെ. അപ്പൊ നാളെ എന്തായാലും ഞാൻ പോയി, ഞാൻ ചോദിച്ച എന്ത് വിഷയം പറയുമെന്ന് ഞാൻ ചോദിച്ച എന്താണ് ചോദിക്കാൻ പോകുന്നെന്ന് അതിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല, മാഷ് ഇവിടെ വരണം, കുറച്ചു നേരം സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ 1 മണിക്കൂർ നമുക്കൊന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്ലാനും ഇല്ല. അവിടെ ചെന്ന് അവരെന്താണ് ചോദിക്കുന്നത് അതനുസരിച്ചിരിക്കും. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ, നാളെ ക്ലാസ്സില്ലല്ലോ സാറേ? നാളെ ക്ലാസ് വെക്കാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 4 മണിക്കൊക്കെ 4-5 മണിക്കൊക്കെ തിരിച്ചെത്തും. ക്ലാസ് വെക്കാം. ഇത് വെക്കാതിരുന്നാൽ ഞാൻ തന്നെ ഫെയിലായിപ്പോവും. ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് പിന്നെ അതിലോട്ട്, കാരണം ഇത് പലരും പല ഇതായിട്ടായിരുന്നു. അപ്പോൾ നാളെയും മറ്റന്നാളും കൂടി ചെയ്തിട്ട് കറക്റ്റ് അടുത്ത ന്യൂ മൂൺ ബാച്ച് മുതൽ ഇപ്പോൾ അടുത്ത 31-ാം തീയതി നമ്മുടെ അത് ഇതിനകത്ത് അറിയാമല്ലോ അല്ലേ, 31-ാം തീയതി മറ്റൊരു ഇതിലൂടെ തുടങ്ങണം. നമ്മളെ കണക്കുമായി ബന്ധപ്പെട്ട് മാത്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ലേ? കുട്ടികൾക്ക് തന്നെ, മുതിർന്നവർക്ക് വേണമെങ്കിലും കേൾക്കാവുന്നതാണ്. മുതിർന്നവർക്ക് അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്തായാലും നിങ്ങൾക്കത് വൻ ഉപയോഗപ്രദമാണ്. നിങ്ങളുടെ കണക്കൂട്ടൽ കാഴ്ചപ്പാടിലും വ്യത്യാസം ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ഇതുവരെയും അതായത് വളരെ ഇതിൻ്റെ അകത്തൊക്കെ ഈ കണക്ക് പഠിപ്പിക്കുന്നതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ പഠിപ്പിച്ച് മനസ്സിലായില്ലേ? ഇത് അങ്ങനെയല്ല. അത് വെക്കാൻ പോകുന്നത് 8 മണിക്കായിരിക്കും. എല്ലാം കുട്ടികളും കൂടെയൊക്കെ ആകുമ്പോൾ 8 മണിയാണല്ലോ. അപ്പൊ 8 മണി മുതൽ 9 മണി വരെ. 9 ഇല്ല. അതിനകത്ത് ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി ഗ്രൂപ്പ് അതിനകത്ത് അയച്ചിട്ടുണ്ട്. നോക്കിയാൽ മതി, അല്ലെങ്കിൽ അടുത്ത അതിനകത്ത് ജോയിൻ ചെയ്യാം. ഞാനത് അയച്ചു തരാം. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷെ ക്ലാസ് പ്രാക്ടീസ് ചെയ്യുക വേണം. ഒന്ന് ശ്രമിച്ചാൽ ഐഡിയാസ് വളരെ രീതിയിൽ, കാരണം ഇത്ര സിമ്പിൾ ആയിരുന്നു എന്നുള്ള മനസ്സിലാവും. അതായത് കണക്കിൻ്റെ ഒരു വിഷയം എന്താ, കണക്കെന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇമാജിനേഷൻ കുറവാണ് കണക്കിൽ. ഇപ്പം ഇതിൽ ഒരുപാട് ബാങ്കിലൊക്കെ ജോലിയുള്ള നമ്മളെ ഒത്തിരി പേരുണ്ട്. അപ്പം ഞാനത് പറയണമെന്നുള്ളത്, ഈ നമുക്ക് കണക്ക് പഠിക്കുന്നതിലുള്ളൊരു മറ്റൊരു ചോദിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ് നമുക്ക് നിർത്താം. ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ 1 മുതൽ ആദ്യമായിട്ടൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ 1 മുതൽ 10 വരെ എണ്ണാൻ നമ്മൾ എത്ര സ്റ്റെപ്പ് അല്ലെങ്കിൽ എത്ര ശ്രമമായിരിക്കും ശ്രമിക്കുക. അത്ര ശ്രമം വേണ്ട ആ കുട്ടി 100 വരെ പഠിക്കാൻ. മനസ്സിലല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ ചെയ്യുന്നതാ. അതായത് നമ്മൾ 1, 2, 3, 4, 5, 6 ഇതിനെ നമ്മൾ അതായത് ഫസ്റ്റ് ആദ്യം നമ്മൾ എണ്ണാനാണല്ലോ സ്വാഭാവികമായിട്ടും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇത് കുട്ടികൾക്കുള്ള ഇത് നമ്മളൊരു ഐഡിയ മനസ്സിലാകുമ്പോൾ നമുക്ക് രക്ഷകർത്താക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. നമ്മളെന്താ ചെയ്യുന്നത്, ഈ കുട്ടി ഇത് 1 മുതൽ 10 വരെ അല്ലെങ്കിൽ 0 മുതൽ 9 വരെ, മനസ്സിലല്ലേ, അല്ലെങ്കിൽ 9 മുതൽ 0 വരെ ഈ കുട്ടി പഠിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും കുറഞ്ഞത് 100 തവണയെങ്കിലും ശ്രമിക്കും. അത് പലപ്പോഴായിട്ട് ആ കുട്ടിയെ കൊണ്ട് പറയുകയും ചെയ്യും. ആ കുട്ടി 10 വരെ എത്തി. അതായത് ആ കണക്കൊരിക്കലും പ്രസന്റ്ലി ഔട്ടാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചിട്ട് അവരുടെ അടുത്ത് പറയാൻ പറഞ്ഞ കണക്ക് ഔട്ടാവുന്നതല്ല. അപ്പൊ ഇതിലിപ്പോ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ 100 വരെയും ഇവരെ 1, 2 എന്ന് തന്നെ അങ്ങ് വേണ്ടി പഠിപ്പിച്ചേ, അവർക്ക് പുറത്തുനിന്ന് കിട്ടും. അതായത് നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ച് വരുന്ന സമയത്ത് തന്നെ, ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ട് വെറും ആദ്യമായി കൊടുക്കുന്ന കുട്ടികളുടെ കാര്യം വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ 1, 2, 3, 4, 5, 6, 7, 9 കഴിച്ചതിന് ശേഷം പിന്നെ ആദ്യമായി എഴുതി പഠിപ്പിക്കണം. ആ കൊച്ചിൻ്റെ അടുത്ത് തന്നെ 10 സ്ഥലത്ത് 1, 2, 3 1, 1, 1, 1 എന്ന് 10 തവണ എഴുതി പഠിപ്പിച്ചിട്ട് അതിന്റെ തൊട്ട് ഇപ്പുറത്ത് വീണ്ടും 0, 1, 2, 3 എന്ന് പഠിപ്പിച്ചേ. അത് 20 വരെ കവർ ആവുകയാണ്. മനസ്സിലല്ലേ? ഈ നമ്മൾ ആവർത്തിക്കുന്ന ഓരോ തവണയും 30, 40, 50, 60 കവർ ആയി പോകണം. അത് രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ 2, 2, 2, 2 എന്ന് എഴുതാം. അതിൽ 2 എന്ന് എഴുതി പഠിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, അത് ഇവിടെ ആഡ് ചെയ്ത് പഠിപ്പിച്ചേ. ഈ കുട്ടി പിന്നീട് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ വേറൊരു വണ്ടിയിൽ കാണുമ്പോൾ ഈ 2 നമ്പറുകൾ കാണുമ്പോൾ അവിടെ തൊട്ട് ഇവർക്ക് അനലൈസിങ് ആണ്, കണക്ക് മറ്റൊരു ഇമാജിനേഷൻ അല്ല.
ശരി. അപ്പോൾ അവർക്ക് അവിടെയാണ് അവർ രണ്ട് സംഖ്യകളെ കൂട്ടിച്ചേർത്ത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആണ് അവർക്ക് ഈ പഠിപ്പിച്ച റിസൾട്ട് കിട്ടണം. നമ്മൾ ഇപ്പൊ ഔട്ട് ചെയ്യാനാ പറഞ്ഞ പഠിപ്പിച്ചു കൊടുത്തന്നെ. മനസ്സിലായി? 1 മുതൽ 10 വരെ ഉള്ള എൻജോഡി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടം വരെ എത്താൻ പറ്റും? 100 വരെ എത്താൻ പറ്റും. എന്നാല് ഇപ്പൊ 2ന്റെ എൻജോഡി സത്യത്തിൽ ഈ 10 വരെ പഠിക്കുന്ന അത്രയേ ഉള്ളൂ. അത് 100 വരെ, അതായത് 200 വരെ അതിന്റെ റിസൾട്ട് കിട്ടാൻ. ആ മെത്തേഡ് നമ്മൾ അതിനെ അങ്ങനെ നോക്കാത്തതുകൊണ്ടാണ്. അതായത് നമ്മൾ 10 വരെയുള്ള എൻജോഡി പഠിക്കുമ്പോൾ 1000 വരെയുള്ള ഏത് സംഖ്യയും ഈസിയായി ആ കുട്ടിക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ആ പക്ഷെ നമ്മൾ ഈ 10 വരെയുള്ള എൻജോഡി പഠിപ്പിക്കാൻ എത്ര ടൈം അവരെ ശ്രമിക്കും? കാരണം അവരെ 5ൻ്റെത് പൂർത്തിയാക്കിയതിനു ശേഷം 6ൻ്റെലേക്ക് പോകൂ. നമുക്ക് അവിടെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അപ്പോൾ റിസൾട്ട് കിട്ടണം. കണക്ക് അങ്ങനെയല്ല. മുകളിലോട്ട് പോകുമ്പോൾ ഇത് ചെറുതായി. കാരണം ഇത് തന്നെ അവിടെയും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ 5 ഗുണം 4 എന്ന് പറയുന്ന സംഖ്യ 4ന്റെ ഗുണനപ്പട്ടികയിലുള്ളതാണെങ്കിൽ അത് 5ലും ഉണ്ട്. മനസ്സിലായില്ലേ? അവിടെ 4ാമത്തിൽ അത് വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇവനെ ഇതിങ്ങനെ പഠിപ്പിക്കാൻ ഇങ്ങനെ ശ്രമിക്കും. അതല്ല അങ്ങോട്ട് പോയേ. അതായത് 1ന്റെ എൻജോഡി നമുക്ക് എല്ലാവർക്കും അറിയാം. ഉദാഹരണം പറയണം. 2ന്റെ എൻജോഡി പറയുമ്പോൾ 1 ഗുണം 2, പിന്നെ വരുന്നത് 2 ഗുണം 2. അപ്പൊ ഇത്ര ആൻസർ എത്തി. ഈ ആൻസർ എത്തിയ ഇതിനെ തന്നെ ഞാൻ നമ്മുടെ ഒരു ചെറിയ കാഴ്ചപ്പാട് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ഇതിന്റെ 3ന്റെ ആകുമ്പോഴോ 1ന്റെയും 2ന്റെയും അതിലുണ്ട്, തിരിഞ്ഞാന്നേ ഉള്ളൂ. 4ന്റെ ആകുമ്പോഴോ 1ന്റെയും 2ന്റെയും 3ന്റെയും അതിലുണ്ട്. പക്ഷെ ഇവനെ 4ന്റെ മൊത്തവും കാണാതെ പഠിച്ചതിന് ശേഷം അവൻ്റെ ഔട്ട് ഇറങ്ങിയതിനു ശേഷം അടുത്ത നമ്മൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഔട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ വിഷയം ഉണ്ടാക്കും. അവിടെ തൊട്ട് പോവും. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്ന മറ്റൊരു വിഷയം 7 ഗുണം 8 എന്ന് പറയുമ്പോൾ 7ന്റെ ഗുണനപ്പട്ടിക 8 വരെ പറയണം, അല്ലെങ്കിൽ 8ന്റെ ഗുണനപ്പട്ടിക 7 വരെ പറയണം. ഒരു ആൻസറിൽ എത്താൻ വേണ്ടി അവൻ എന്തുമാത്രം അവൻ്റെ ബ്രെയിനിൽ എനർജി ചിലവാക്കണമെന്ന് അറിയാമോ? അതോടുകൂടി മടുക്കും. ഇത് നമുക്ക് ഒരു ചെറിയ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് ബ്രെയിൻ വർക്ക് എടുക്കണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല സത്യത്തിൽ. ഞാൻ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സാണ് കൊടുക്കുന്നത്. കാരണം ഞാൻ എനിക്ക് വലിയ ക്ലാസ്സിലേക്കുള്ള ഇത് എനിക്ക് അറിയില്ല, മീൻസ് ഞാൻ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല, ബേസിക് ആയിട്ടുള്ളതാണ്. അത് എത്ര മുതിർന്നവർക്കും ഉപയോഗപ്പെടുന്നതാണ്. കണക്കിനെ ഓട്ടോമാറ്റിക്കലി ഇഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. നമ്മൾ അവരെ ഈ ഇത് പഠിപ്പിക്കുമ്പോഴേ എന്ത് ചെയ്യും? നമ്മൾ അവരെ വിഷയമാക്കും. അപ്പം നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ 3ന്റെ ഞാൻ ഗുണനപ്പട്ടിക, ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസർ നമ്മളിവിടെ ഏതൊക്കെ ഗുണനപ്പട്ടികയാണോ നമ്മൾ പറയുന്ന ഈ ആൻസറിൻ്റെ എന്താണ് അവരോളം പിറകെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു നോക്കിയേ, എന്തായി? ഹരണമായി. നമ്മൾ അവിടെ തന്നെ അത് പഠിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഗുണനത്തിന്റെ ആൻസർ തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു നോക്കിയേ, അവിടെ കിട്ടി. അതൊക്കെ നമുക്ക് 4ാമത്തേക്ക് എത്തുമ്പോൾ കുട്ടികൾ ഭയങ്കര ഇതിലാ വരുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ 5 ഗുണം 5 എന്ന് പറഞ്ഞാൽ 25 ആണെങ്കിൽ 25നെ 5 കൊണ്ട് ഭാഗിച്ചാൽ 5 ആണ്. ഇതിനെ തിരിച്ചു വന്നാൽ അതായി. അത് അവിടെ തന്നെ ഉണ്ട് അതിനകത്ത്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത് ഭയങ്കര പിന്നീട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വരച്ച് അതിന്റെ വഴിയും വഴിപ്പാടും ഒക്കെ പിന്നീട് നമ്മൾ പിള്ളേർ പഠിച്ചെടുത്തോളും. ആദ്യം ഈ കാര്യം പിടികിട്ടിയാലല്ലേ പിന്നെ ഈ പഠിച്ചിട്ട് ഉപയോഗമുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സിസ്റ്റം വരാത്ത പോയിന്റുകൾ വരാത്തതൊക്കെ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുമോ? കാരണത്തിൽ പോലും പറയാൻ പറ്റും നമ്മുടെ ബ്രെയിന്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കൂട്ടം സെറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മളുടെ ഇതിൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പൊ ഓക്കെ, എല്ലാവരും അതിനകത്ത് നീതി ടീച്ചറൊക്കെ ഉണ്ടോ? നീതി ടീച്ചറും ഉണ്ട് പക്ഷെ ഞാനും ഉണ്ട്, എന്റെ മോളും ഉണ്ട്. ഉണ്ടാ? പിന്നെ ബാക്കി എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആ ലിങ്ക് ഒരിക്കൽ ഇടാം. നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് അല്ല, ഇടാം. അപ്പോൾ എല്ലാവരും അത് ജോയിൻ ചെയ്ത് നോക്കൂ. നല്ലൊരു
നമ്മുടെ കുട്ടികളെയൊക്കെ കണക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി പുതിയൊരു ഐഡിയാസ് എന്തായാലും കിട്ടും. ഇത് ഉറപ്പാണ്. ഇത് ഞാൻ ഈ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഇതിന്റെ പകുതി കാര്യങ്ങളും പുറത്തുനിന്ന് ഒരു സ്ഥലത്തൊന്നും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. മനസ്സിലല്ലേ? കാരണം ആ മെത്തേഡാണ് ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ നമ്മളെ ഈ എല്ലാത്തിൻ്റെയും സൂക്ഷ്മതയും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുന്നത്, നമ്മൾ അതിലൊന്ന് കൈവച്ചാലും, കൈ വെക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. അതിൽ മടി കാണിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം എടുക്കുകയാണ്, ഏതെങ്കിലും ഒന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ അതിൽ പുതുമയുള്ളതും എളുപ്പമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യും, കണക്റ്റ് ആവും. അത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും ആ പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പ്രപഞ്ചത്തിന്റെ വിശാലതയുമായി കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അത് തെറ്റായാലും ശരിയായാലും ടോപ്പിൽ തന്നെ പോകും. അതാണ് എന്റെ കുഴപ്പം. അതെ, അല്ല അത് കറക്റ്റാ. ഈ മനുഷ്യനെയും പ്രപഞ്ചത്തോളം ഉയർത്തി കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും, നമ്മുടെ ഈഗോയ്ക്കും സങ്കടം പ്രശ്നം ഉണ്ടാവില്ല. അതെ അതെ, നമ്മളിലേക്ക് കുഞ്ഞതായി പോകുമ്പോഴാണ് നമ്മുടെ ചെറിയ സങ്കടങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളായി. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നാളെ നമ്മളെ കണക്ക് ക്ലാസ്സിലും കൂടെ കടന്നു വരിക. കുട്ടികളുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടി അയച്ചു കൊടുക്കുക. ഒരു കാരണവശാലും നമുക്ക് പരിചയമുള്ള, ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ഗ്രൂപ്പിനകത്ത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് അത്രയും വ്യക്തമായ ഗ്രൂപ്പുകളിലൊന്നും ഇട്ടിട്ട് കുട്ടികളെ അതിനകത്ത് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയരുത്. അത്രയും പരിചയമുള്ളവർക്കേ കൊടുക്കാവൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് 2016 15 എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ട്. അതായത് അന്ന് ഈ ഓരോരുത്തരും ഇങ്ങനെ നമ്പർ എഴുതി എനിക്ക് അയച്ചു തരണ ഇത്. അതിൽ ഒരാൾ അയച്ചത് നമ്പർ തെറ്റായിരുന്നു. അതൊരു ഹിന്ദിക്കാരനായിരുന്നു. അദ്ദേഹം പിന്നെ ഇതിനകത്ത് ഭയങ്കര മോശത്തരമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണിച്ചു ഗ്രൂപ്പിനകത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കുട്ടികളുടെ ഗ്രൂപ്പാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് മാത്രമേ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത്രയും വ്യക്തമുള്ള ഒരു പരിചയമുള്ള അവർക്ക് മാത്രം അയച്ചു കൊടുക്കുക. കാരണം കുട്ടികളുടെ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ, അപ്പൊ നാളത്തെ പ്രോഗ്രാം അടിച്ചു പൊളിക്കുക. എല്ലാവിധ ആശംസകളും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീലാൽ സാറേ,